സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി. നന്ദകുമാര നവനീത ചോര, നന്ദകുമാര നവനീത ചോര, നന്ദകുമാര നവനീത ചോര, നന്ദകുമാര നവനീത ചോര, ഹൃദയ വിഹാര ബടാ ചിത്ത ചോര, ഹൃദയ വിഹാര ബടാ ചിത്ത ചോര, ഹൃദയ വിഹാര ബടാ ചിത്ത ചോര, ഹൃദയ വിഹാര ബടാ. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല ഹൃദയ വിഹാരി, ഗോപാല ഹൃദയ വിഹാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, നന്ദകുമാര നവനീത ചോര, നന്ദകുമാര നവനീത ചോര, ഹൃദയ വിഹാര ബടാ ചിത്ത 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 ചോര. ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി, ഗോവിന്ദ ഗോപാല പ്രഭു ഗിരിധാരി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. വ്യാസനാരദ സംവാദമാണ് നമ്മൾ അനുസ്മരിക്കുന്നത്. വ്യാസൻ ദുഃഖിതനായിട്ടിരിക്കുന്നു. ആ സമയത്ത് നാരദൻ വരുന്നു. വ്യാസൻ നാരദനോട് തൻ്റെ ദുഃഖത്തിന് കാരണം എന്താണ് എന്ന് മനസ്സിലാവണില്ല. അങ്ങ് സർവഭൂതങ്ങളുടെയും ഉള്ളിലും പുറത്തും യഥേഷ്ടം വായുവിനെ പോലെ സഞ്ചരിക്കാൻ കഴിവുള്ള ആളാണല്ലോ. അങ്ങക്ക് തീർച്ചയായിട്ടും എല്ലാവരുടെയും പ്രശ്നങ്ങളെക്കുറിച്ച് അറിയാൻ സാധിക്കും. അതുപോലെ എൻ്റെ പ്രശ്നങ്ങളെയും കുറിച്ച് അങ്ങ് അറിയുന്നുണ്ട്. അങ്ങ് എനിക്ക് പറഞ്ഞു തരണം, എങ്ങനെയായാൽ എൻ്റെ ദുഃഖം മാറിക്കിട്ടും എന്ന് അങ്ങ് ഉപദേശിക്കണം എന്ന് പറയുകയാണ്. നാരദ മഹർഷി പറഞ്ഞു, അങ്ങ് വലിയ വലിയ കർമ്മങ്ങളൊക്കെ ചെയ്തയാളാണ്. ആർക്കും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വലിയ കർമ്മങ്ങളാണ് അങ്ങ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അങ്ങ് ചെയ്യേണ്ടത് ചെയ്തു എന്ന് പറയാൻ വയ്യ. കാരണം മഹാത്മാക്കൾ, സജ്ജനങ്ങൾ സാത്വത സംഹിത എന്ന് ഭാഗവതത്തിന് മറ്റൊരു പേരുണ്ട്. പാരമഹംസ്യ സംഹിത എന്ന് നമ്മൾ എല്ലാ അധ്യായത്തിന്റെയും അവസാനത്തിൽ വായിക്കാറുണ്ട്. അതേപോലെ സാത്വത സംഹിത, സാത്വതന്മാരുടെ
സത്തുക്കളുടെ സംഹിതയാണ് ഭാഗവതം. സത്തുക്കൾ ഈശ്വര കഥകളിലാണ്, ഈശ്വരനെ സംബന്ധിച്ച കാര്യങ്ങളിൽ മാത്രമേ അവര് രമിക്കാറുള്ളൂ. അവർക്ക് മറ്റു കാര്യങ്ങളിലൊന്നും താല്പര്യമില്ല. എത്ര വലിയ സാഹിത്യമായാലും ഈശ്വരനെ കുറിച്ചല്ലെങ്കിൽ അവരനുമോദിക്കില്ല. എത്ര മോശപ്പെട്ട സാഹിത്യമാണെങ്കിലും എത്ര അബദ്ധങ്ങൾ ഉണ്ടെങ്കിലും, അബദ്ധമദ്യമി എന്നാ പറയുന്നത്, അബദ്ധങ്ങൾ ഉണ്ടെങ്കിലും ഭഗവാന്റെ കഥകൾ പറയാനും വായിക്കാനുമുള്ള ശ്രമം തന്നെ മഹാത്മാക്കൾ അംഗീകരിക്കും എന്നാണ്. അപ്പൊ നമ്മള് ഇപ്പൊ പലരും പറയാറില്ലേ, ഞങ്ങൾ തെറ്റുണ്ടോ അങ്ങനെ സംശയിക്കണ്ട, സാരമില്ല, അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല, പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ശ്രമമാണ്, ആത്മാർത്ഥമായിട്ടുള്ള ശ്രമം. അബദ്ധമദ്യമി എന്ന് വിചാരിച്ച് തെറ്റായിട്ട് വായിക്കാൻ ലൈസൻസ് കിട്ടുന്നില്ല. നമ്മുടെ എത്ര ശ്രമിച്ചിട്ടും നമ്മുടെ ശ്രമമാണല്ലോ. ആ ശ്രമം കുറെ കഴിയുമ്പോൾ കുറച്ച് ശരിയായിട്ട് വരും. ആ ശ്രമം വേണ്ട എന്നല്ല ഇതിനർത്ഥം. പക്ഷേ അത് വിചാരിച്ച് നമ്മൾ തെറ്റുന്നു എന്ന് വിചാരിച്ച് നമ്മൾ നിർത്തേണ്ടതില്ല, അല്ലെങ്കിൽ പരിഭ്രമിക്കേണ്ടതില്ല. മഹാജനങ്ങൾ അതിനെ അംഗീകരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് അങ്ങ് ഒട്ടും സംശയമില്ല, ആ ഭഗവാനെ കുറിച്ചാണ് എഴുതേണ്ടത്. അങ്ങ് ഭഗവാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, പക്ഷേ ഭഗവാനായിരുന്നില്ല അവിടെയൊന്നും പ്രധാന കഥാപാത്രം. മഹാഭാരതം അങ്ങ് രചിച്ചു, അതിൽ ശ്രീകൃഷ്ണനുണ്ട്, ഭഗവത്ഗീതയുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ ശ്രീകൃഷ്ണന്റെ കഥ പറയാൻ വേണ്ടിയിട്ടല്ല അങ്ങ് മഹാഭാരതം രചിച്ചത്. അതുപോലെ മറ്റു ഗ്രന്ഥങ്ങളും മറ്റ് പല ധർമ്മങ്ങളെ കുറിച്ച് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്, പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് രചിച്ചത്. ഭക്തിയെക്കുറിച്ച്, ഭഗവാന്റെ മഹിമയെക്കുറിച്ച് കീർത്തിക്കാൻ വേണ്ടി അങ്ങ് ഒരു ഗ്രന്ഥം എഴുതിയിട്ടില്ല. അതൊക്കെ കീർത്തിച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ, ഇല്ലാതല്ല. പക്ഷേ ഇത് മുഖ്യമായിട്ടുള്ള ലക്ഷ്യമായി കരുതി അങ്ങൊരു ഗ്രന്ഥം എഴുതണം. അങ്ങനെ രചിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അങ്ങക്ക് ശാന്തി കിട്ടും. ഇതം ഹി വിശ്വം ഭഗവാൻ, ഭഗവാനല്ലേ ഈ വിശ്വം മുഴുവൻ. ഭഗവാൻ വിശ്വസ്മൈ നമഃ എന്ന് പറഞ്ഞിട്ടല്ലേ തുടങ്ങുക. ഭഗവാൻ എവിടെയാണെന്ന് ചോദിച്ചാൽ, ബാലകൃഷ്ണൻ നായർ സാറിന് പറഞ്ഞിട്ട് ഒരു മഹാത്മാവ്, അദ്ദേഹത്തിനോട് ആരോ ചോദിച്ചു, അങ്ങക്ക് ചോദിക്കുമല്ലോ, ഇങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അങ്ങക്ക് എന്തെങ്കിലും വേണോ? അദ്ദേഹം സ്വതസിദ്ധമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞ മറുപടി, എനിക്ക് വേണ്ടത് ഈശ്വരനെയാണ്, അത് ഇതാ മുമ്പിൽ നിൽക്കുന്നു ആ ചോദിച്ചയാള് എന്ന് പറഞ്ഞാൽ, അവരെ പോലുള്ളവർ അങ്ങനെയാണ്. അവര് വെറുതെ പറയല്ല, അവരത് അനുഭവിക്കുകയാണ്. വിശ്വം മുഴുവൻ ഈശ്വരനായിട്ട് ദർശിക്കാം. നാരദ മഹർഷി പറയാണ്, അങ്ങക്ക് അറിയാത്ത ആളൊന്നുമല്ല, അങ്ങ് ഇതറിയുന്നില്ലേ, സത്യത്തിൽ ഈ വിശ്വം മുഴുവൻ ഭഗവാനാണ്. അപ്പൊ ഭഗവാനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെന്തെങ്കിലും പറഞ്ഞാൽ എങ്ങനെയാണ് തൃപ്തി ഉണ്ടാവുക ഒരാൾക്ക്? ഭഗവാനെ മാറ്റി നിർത്തിക്കൊണ്ട് വേറെന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാണ്? നമുക്കൊക്കെ ദുഃഖം മാറുന്നില്ലെങ്കിൽ അതിനുള്ള കാരണം ഇതാണ്. ഈ ഭഗവാനെ മാറ്റി നിർത്തിക്കൊണ്ട് നമ്മൾ വേറെ എന്തിലെങ്കിലും ഏർപ്പെട്ടു കഴിഞ്ഞാൽ എങ്ങനെ നമ്മുടെ പ്രശ്നങ്ങൾ തീരും? എന്ന് നാരദ മഹർഷി തന്റെ തന്നെ കഥ ഉദാഹരിച്ചു. ഭഗവാനെ സമീപിച്ചു കഴിഞ്ഞാൽ ആരും യോഗ്യന്മാരായിട്ട് തീരും. അവരുടെ എല്ലാ ദുഃഖങ്ങളും തീരുന്നല്ല, അവരെല്ലാവരെക്കാളും യോഗ്യനായിട്ട് തീരും, യോഗ്യന്മാരായിട്ട് തീരും. ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു ദാസീപുത്രനായിരുന്നു. അച്ഛൻ ആരാണെന്ന് പോലും അറിയില്ല. എൻ്റെ അമ്മയ്ക്ക് ഓരോരോ വീടുകളിൽ പണിയായിരുന്നു, വീട്ടുപണി. അങ്ങനെ ഞാനും അമ്മയോടും കൂടെ ഓരോ വീടുകളിൽ ചെന്ന് താമസിക്കും. ഒരിക്കൽ ഒരു ധനിക ഗൃഹത്തിൽ അങ്ങനെ ഒരു സജ്ജനമായിരിക്കും. ധനിക ഗൃഹത്തിൽ അങ്ങനെ അമ്മയോടൊപ്പം താമസിക്കുമ്പോൾ യാദൃശ്ചികമായിട്ട് അവിടെ ചാതുർമാസ്യ വ്രതം അനുഷ്ഠിക്കാനായിട്ട് മഹർഷിമാർ വന്നു, സജ്ജനങ്ങൾ വന്നു. അപ്പൊ അവരെ
ഞാൻ എനിക്ക് പറ്റുന്നത് പോലെ 5 വയസ്സ് പ്രായമൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ എനിക്ക് പറ്റുന്നത് പോലെ അവരെ പരിചരിച്ചു. അവർക്ക് എന്നിൽ വാത്സല്യം ഉണ്ടായി. അവർ കഥ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നു എന്ന് അറിഞ്ഞ് അവര് എനിക്ക് കൂടി മനസ്സിലാക്കാൻ പാകത്തിന് വളരെ ലളിതമായിട്ട് അവർ കഥകൾ പറയാൻ ആരംഭിച്ചു. നേരത്തെ പറഞ്ഞതുപോലെ കഥാരതി കഥാരുചി ഇങ്ങനെ വർദ്ധിച്ച് അവർ പോകാറാവുമ്പോഴേക്കും എനിക്കിനി കഥ കേൾക്കാൻ പറ്റില്ലല്ലോ എന്ന തീവ്രമായിട്ടുള്ള ദുഃഖമായി. ഈ രുചി ഇങ്ങനെ പിടിച്ച് അവസാനം ഡോക്ടർ പറയാണ് കഴിക്കാൻ പാടില്ല കേട്ടോ, അത് കാണാൻ പോലും പാടില്ല എന്ന് പറഞ്ഞാലുണ്ടാവുന്ന ദുഃഖമുണ്ടല്ലോ. ഈ മഹർഷിമാര് അവിടുന്ന് പോവാണ് എന്നറിഞ്ഞപ്പോൾ എനിക്ക് അത്ര ദുഃഖമായി. എനിക്ക് മറ്റൊന്നുകൊണ്ടും എനിക്കിനി വേറെ ഒന്നും വേണ്ട, എനിക്ക് ഈ ഭഗവാന്റെ കഥകൾ കേട്ടാൽ മതി എന്നൊരവസ്ഥയിലെത്തി. മഹർഷിമാരെന്റെ ആ ഒരു മനോനില തിരിച്ചറിഞ്ഞു, അവരനുഗ്രഹിച്ചു, അവർ പോവുകയും ചെയ്തു. പക്ഷേ എനിക്ക് അവരുടെ അനുഗ്രഹം കൊണ്ട് ആ ഭഗവത് ഭക്തി വർദ്ധിച്ചു വരികയാണ് ഉണ്ടായത്. അങ്ങനെ എനിക്ക് അമ്മ പാമ്പ് കടിയേറ്റ് മരിച്ചു. ഒരേ ഒരു ആശ്രയമാണ് അമ്മ. എനിക്ക് ലോകത്ത് വേറൊരു ബന്ധുവില്ല. പക്ഷെ ആശ്ചര്യം, എനിക്കൊരു ദുഃഖവും തോന്നിയില്ല. കാരണം എന്താ, അപ്പോഴേക്കും എന്റെ മനസ്സ് പൂർണ്ണമായിട്ട് ഭഗവാൻ അർപ്പിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ അമ്മ മരിച്ചപ്പോൾ ഞാൻ വേഗം വേറെ ഒന്നും നോക്കാണ്ട് നേരെ ഏകാന്തമായിട്ടുള്ള ഒരു സ്ഥലം അന്വേഷിച്ച് കാട്ടിലേക്ക് പോകേണ്ടായിരുന്നു. അവിടെ ഒരു ആൽമരത്തിൻ ചോട്ടിൽ ഞാൻ അങ്ങനെ ഇരുന്നു, തപസ് ചെയ്തു. എങ്ങനെയാ തപസ് ചെയ്യാമെന്നും അറിയില്ല. പക്ഷെ ഞാൻ അവിടെ എൻ്റെ മനസ്സിൽ വേറെ ഒന്നുമില്ല. അങ്ങനെ സ്വതവേ ഉണ്ടായ ആ ഒരു ഏകാഗ്രത നിമിത്തം ഞാൻ അങ്ങനെ ഇരുന്നു, ഒറ്റയിരിപ്പ്. ഭഗവാൻ പതുക്കെ ഇങ്ങനെ എൻ്റെ ഉള്ളിൽ തെളിഞ്ഞു വരാൻ തുടങ്ങി. എനിക്ക് ഭഗവാനെ കാണാനൊന്നും സാധിച്ചില്ല. പക്ഷെ ഒരു അശരീരി വാക്ക് കേട്ടു. അല്പം ഒന്ന് കാണാൻ സാധിച്ചില്ല എന്ന് പറയാൻ പറ്റില്ല, കണ്ടു. പക്ഷെ പെട്ടെന്ന് മറന്നു. അപ്പൊ അശരീരി വാക്കുണ്ടായി, ഈ ജന്മത്തിൽ നിനക്ക് ഇത്ര മാത്രമേ ദർശനം കിട്ടുള്ളൂ. അടുത്ത ജന്മത്തിൽ നീ എന്നിൽ നിന്ന് വേർപിരിയാതെ എന്റെ ഉത്തമ ഭക്തനായിട്ട് തീരും. നിനക്ക് എന്നിൽ രുചി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് കാണിച്ചു തന്നത്. നമുക്കിങ്ങനെ ചില അനുഭവങ്ങളൊക്കെ ഉണ്ടാക്കി തരില്ലേ? ഈ വഴിക്ക് പോകുമ്പോ സംശയിച്ച് ഇറങ്ങുമ്പോ കുറച്ച് കഴിഞ്ഞാൽ ഓരോരോ അനുഭവങ്ങൾ ഉണ്ടാക്കി തരും. അപ്പോഴാണ് നമുക്ക് വിശ്വാസം ഉറക്കുക. അതാണ് ആ വിശ്വാസം ഉറക്കാൻ വേണ്ടിയിട്ട് ചില അനുഭവങ്ങൾ. ഇതുപോലെ നാരദനും ഉണ്ടായി. നാരദൻ പറയാണ്, അങ്ങനെ തപസ് ചെയ്ത് അദ്ദേഹത്തിന്റെ ആ ശരീരം പ്രാരബ്ധ ജന്മം അവസാനിച്ചു. പിന്നീട് അദ്ദേഹം ബ്രഹ്മപുത്രനായിട്ട് ജനിക്കുകയാണ്. ആ ബ്രഹ്മപുത്രനായിട്ട് ജനിച്ച ആ നാരദന്റെ അവസ്ഥ എന്താ? അദ്ദേഹം എപ്പോ വിളിച്ചോ വെറുതെ നാരായണ എന്ന് വിളിച്ചാൽ മതി, അപ്പൊ ഭഗവാൻ അവിടെ ഓടിയെത്തുന്ന പറയുന്നത്. അതാണ് നാരദൻ തന്നെ പറയാണ്, ഞാൻ എപ്പോ അദ്ദേഹത്തെ കാണണമെന്ന് വിചാരിച്ചു അപ്പൊ അദ്ദേഹം എന്റെ മുമ്പിൽ ഓടിയെത്തും. അങ്ങനത്തെ ഒരു അവസ്ഥയപ്പോ. ഇതൊക്കെ എന്തുകൊണ്ടുണ്ടായത്? ആ കഥ കേട്ടു. യാദൃച്ഛികമായി കിട്ടിയ ആ സത്സംഗത്തിൽ ഒന്ന് ഇരുന്നു ശ്രദ്ധിച്ചു. ആ കഥയിൽ എനിക്ക് ചെറിയൊരു രുചിയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ഇപ്പതാ ഞാൻ ബ്രഹ്മപുത്രനായിട്ട് ഭഗവാന്റെ ഏറ്റവും അടുത്ത ഒരു ഭക്തനായിട്ട് ഞാൻ തീർന്നിരിക്കുന്നു. ഇതിൽ പരം ഭഗവാന്റെ മഹിമ, ഭക്തിയുടെ മഹിമ ഇനി എന്താണ് ഞാൻ അങ്ങക്ക് പറഞ്ഞു തരേണ്ടത്? അതുകൊണ്ട് അങ്ങ് സംശയമില്ല, ആ ഭഗവൻ മഹിമയും ഭക്തി മഹിമയും സത്സംഗ മഹിമയും എടുത്തു പറഞ്ഞുകൊണ്ട് ഒരു ഗ്രന്ഥം രചിച്ചു, ഭാഗവതം രചിച്ചു എന്ന് പറയാണ്. നാരദൻ പോയി. അദ്ദേഹം സരസ്വതി നദീ തീരത്താണ് ആശ്രമം വ്യാസന്റെ. അദ്ദേഹം സ്നാനമൊക്കെ ചെയ്ത് ശുദ്ധി വരുത്തി അദ്ദേഹം നല്ല ധ്യാനം ചെയ്തു. അങ്ങനെ അദ്ദേഹം ഭാഗവതം രചിക്കുക. ഭാഗവതം അദ്ദേഹം ഉറക്കെ പാടുന്നത് കേട്ടാണ് ശ്രീശുക ബ്രഹ്മർഷി ആ ഭാഗവതത്തിന്റെ ആ ഒരു ആകർഷണം കൊണ്ട് അവിടെ എത്തിച്ചേർന്നു. അങ്ങനെ അദ്ദേഹം ഭാഗവതം പഠിക്കണം. അദ്ദേഹത്തിന് ഇത് പഠിച്ചിട്ട് എന്തെങ്കിലും നേടാനല്ല, ഭക്തന്മാർക്ക് മറ്റെന്താ ഇവിടെ ചെയ്യാനുള്ളത്?
ഭക്തന്മാർക്ക് ഭഗവാന്റെ മഹിമ അവർ പാടുന്നത്, ഓൾറെഡി അവർ ഭക്തരാണ്, എന്നാ അവർക്ക് മിണ്ടാണ്ടിരുന്നൂടെ? കിട്ടേണ്ടത് കിട്ടിയില്ലേ? നാരദ മഹർഷിക്ക് വേണമെങ്കിൽ മിണ്ടാണ്ടിരുന്നൂടെ? പക്ഷെ അങ്ങനെയല്ല, അവർക്ക് വേറെ എന്താ ചെയ്യാനുള്ളത്? ഇവിടെ ഭക്തന്മാർക്ക് മറ്റൊന്നും ചെയ്യാനില്ല. ഇതേപോലെ ശ്രീശുക ബ്രഹ്മർഷിക്കും ഇതിൽ പരം വേറൊന്നും ചെയ്യാനില്ല. അപ്പൊ അദ്ദേഹം ആ ഭാഗവതം കേട്ടു, പഠിച്ചു, അദ്ദേഹം അത് ആസ്വദിച്ച് നടക്കാനായിട്ട് തുടങ്ങി. പരീക്ഷിത്ത് എന്ത് കാരണവശാലാണ് ഭാഗവതം കേൾക്കാൻ ഇടയായത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയാണ്. സത്യത്തിൽ ഈ ഒന്നാമത്തെ സ്കന്ധം ഈ പരീക്ഷത്ത് എന്ന ശ്രോതാവിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഒരു ശ്രോതാവ്, ഭാഗവതം കേൾക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ശ്രോതാവ് പരീക്ഷത്തിനെ പോലെ ശ്രദ്ധയുള്ളവനായിട്ട് തീർന്നാൽ 7-ാം ദിവസം അദ്ദേഹത്തിന് മുക്തി കിട്ടും. നമുക്ക് അത്രയില്ലാത്തതുകൊണ്ട് പരിഭ്രമിക്കേണ്ട കാര്യമില്ല. ഏതായാലും പക്ഷേ പരീക്ഷത്തിന്റെ കഥയാണ് ദീർഘമായിട്ട് പറഞ്ഞത്. പരീക്ഷത്തിന്റെ കഥ നമ്മുടെയൊക്കെ കഥ ആരംഭിക്കുന്നത് എവിടെയാണ്? നമ്മളൊരു ജീവചരിത്രം, നമ്മുടെ ഒരു ആത്മകഥ എഴുതാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ എവിടുന്ന് തുടങ്ങേണ്ടി വരും? ജനിച്ച ശേഷവും എത്രയൊക്കെ ഉണ്ടാവും എന്ന് ആവശ്യമില്ല. എവിടുന്ന് തുടങ്ങി? ഓർമ്മയൊക്കെ വന്നിട്ട് വേണമല്ലോ. ഇതങ്ങനെയല്ല, ഗർഭത്തിൽ കിടക്കുമ്പോ തുടങ്ങി അദ്ദേഹത്തിന്റെ ചരിത്രം. അദ്ദേഹം ഉത്തരയുടെ ഗർഭത്തിലിരിക്കുമ്പോഴാണ് മഹാഭാരത യുദ്ധം. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ അച്ഛനായിട്ടുള്ള അഭിമന്യു കൊല്ലപ്പെട്ടു. മഹാഭാരത യുദ്ധം കഴിഞ്ഞു, പാണ്ഡവർ ജയിച്ചു, കൗരവർ തോറ്റു. ദുര്യോധനൻ ഭീമന്റെ ഗദാപ്രഹരമേറ്റ് യുദ്ധക്കളത്തിൽ മരണത്തോട് മല്ലിട്ടുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ്. ഈ സമയത്ത് കൗരവപക്ഷത്ത് അവശേഷിച്ചിട്ടുള്ളത് 3 പേരാണ്: അശ്വത്ഥാമാവ്, കൃപാചാര്യന്, കൃതവർമാവ്. അപ്പൊ അശ്വത്ഥാമാവിന് തന്റെ സുഹൃത്ത് ഇങ്ങനെ, സത്യത്തിൽ അധർമ്മമാണ് ഭീമൻ പ്രയോഗിച്ചത്, ധർമ്മയുദ്ധത്തിലല്ല ഇദ്ദേഹം തോൽക്കണത്. അതുകൊണ്ട് അശ്വത്ഥാമാവിന് സഹിക്കണില്ല ദുര്യോധനന്റെ പതനം. ദുര്യോധനൻ മരിക്കാൻ ഇനിയും കുറച്ച് സമയം ബാക്കിയുണ്ട്. അദ്ദേഹത്തിന് ഒരു സന്തോഷ വാർത്ത കേട്ട് മരിക്കാൻ, അദ്ദേഹം സന്തോഷിച്ച് മരിക്കണം. ഇതാണ് അശ്വത്ഥാമാവിന്റെ നിശ്ചയം. ദുര്യോധനൻ സന്തോഷിക്കണമെങ്കിൽ എന്താ വഴി? ഒറ്റ വഴിയേ ഉള്ളൂ, പാണ്ഡവർ നശിക്കണം. ദുര്യോധനൻ ആദ്യം മുതൽ അങ്ങനെയാണ്, എനിക്ക് നല്ലതുണ്ടായില്ലെങ്കിലും കുഴപ്പമില്ല, ഈ പാണ്ഡവരൊന്നും നശിച്ചു കിട്ടിയാൽ മതി എന്നറിയും. ദുര്യോധനൻ ആദ്യം മുതലേ പ്രയത്നിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ്. അപ്പോ അശ്വത്ഥാമാവ് നിശ്ചയിച്ചു. അങ്ങനെയാണ് ആ കഥയൊക്കെ വളരെ വിസ്തരിച്ച് നമുക്ക് മഹാഭാരതത്തിൽ കാണാം. അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന് എങ്ങനെ പാണ്ഡവരെ വകവരുത്തണം എന്നുള്ള സൂചനയൊക്കെ കിട്ടിയത് രാത്രി ഒരു ആൽമരത്തിന്റെ ചോട്ടിൽ കിടക്കുമ്പോൾ ആണ് എന്നൊക്കെ പറയുന്ന ഒരു കഥയൊക്കെ ഉണ്ട്. ഇവിടെ അതൊന്നും വിസ്തരിക്കണില്ല. അപ്പൊ ഈ അശ്വത്ഥാമാവ് നിശ്ചയിക്കുന്നത് ഉറങ്ങിക്കിടക്കുന്ന പാണ്ഡവരെയും അവശേഷിച്ചിട്ടുള്ള പാണ്ഡവപക്ഷത്തെ കുറച്ച് പേര് അവശേഷിച്ചിട്ടുണ്ട്, ധൃഷ്ടദ്യുമ്നൻ തുടങ്ങിയിട്ടുള്ളവർ. ധൃഷ്ടദ്യുമ്നോടൊക്കെ വല്ലാത്ത കലിയാണ്. കാരണം അദ്ദേഹമാണല്ലോ തന്റെ അച്ഛനായിട്ടുള്ള ദ്രോണനെ വധിച്ചത്. അതിലൊക്കെ പ്രതികാരമുണ്ട് അശ്വത്ഥാമാവ്. അപ്പോ ഉറങ്ങിക്കിടക്കുന്ന ആ പാണ്ഡവരുടെ പടകുടീരത്തിൽ ചെന്ന് അവരെയൊക്കെ നിഷ്പ്രയാസം നശിപ്പിക്കാം എന്നാണ് അദ്ദേഹം നിശ്ചയിച്ചത്. പക്ഷെ ഭഗവാന് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് ഭഗവാൻ പാണ്ഡവരെ അവിടുന്ന് മാറ്റി. പാണ്ഡവ പുത്രന്മാര്, പാഞ്ചാലിയുടെ പുത്രന്മാർ 5 പേര് അവിടെ കടന്നുറങ്ങുണ്ടായിരുന്നു. ധൃഷ്ടദ്യുമ്നൻ ഉണ്ടായിരുന്നു, വേറെ കുറെ യോദ്ധാക്കളുണ്ടായിരുന്നു. കൃതവർമാവും കൃപാചാര്യനും അശ്വത്ഥാമാവിന്റെ നിർബന്ധത്തിന് വഴങ്ങി അദ്ദേഹത്തിന് കൂട്ടുനിന്നു. അവര് ഈ കുടീരത്തിന്റെ പുറത്ത് കാവൽ നിന്നു. ആരെങ്കിലും ഓടിപ്പോകുന്നുണ്ടെങ്കിൽ അകത്തേക്ക് വരാണ്ടിരിക്കാനില്ല, അകത്തുനിന്ന് ആരെങ്കിലും പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ അവരൊക്കെ വെട്ടിക്കൊല്ലാൻ വേണ്ടിയിട്ടാ കാവൽ. അശ്വത്ഥാമാവ് ഉള്ളിൽ കടന്നു. അതിപൈശാചികമായിട്ടാണ് ധൃഷ്ടദ്യുമ്നനെയൊക്കെ വധിക്കണത്. കൊന്നിട്ടും ഇത് വരാതെ, കലി അടങ്ങാതെ അദ്ദേഹം ആ മൃതശരീരത്തെ
അപഹരിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെ അശ്വത്ഥാമാവ് ചെയ്തു. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ വിവരം പാണ്ഡവരറിയണത്, പാഞ്ചാലി അറിയണത്. തന്റെ സഹോദരനും 5 പുത്രന്മാരും കൊല്ലപ്പെട്ടു. പാഞ്ചാലിയുടെ ദുഃഖം, എല്ലാവർക്കും ദുഃഖമുണ്ട്. പക്ഷെ പാഞ്ചാലിയുടെ ദുഃഖം കണ്ട് സഹിക്കണില്ല ഭീമനും അർജുനനും മറ്റും. അങ്ങനെ അർജുനൻ കൃഷ്ണനോടുകൂടി അശ്വത്ഥാമാവിനെ വധിക്കാൻ പുറപ്പെടുകയാണ്. അശ്വത്ഥാമാവ് രഥത്തിലേറി ദൂരെ പോയിരിക്കുന്നു. കൃഷ്ണൻ പിന്നാലെ അർജുനനോടുകൂടി. താൻ പിടിക്കപ്പെടും എന്ന് തോന്നിയപ്പോൾ അശ്വത്ഥാമാവ് ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ചു. കൃഷ്ണന്റെ നിർദ്ദേശപ്രകാരം അർജുനൻ മറ്റൊരു ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച് രണ്ടിനെയും ഉപസംഹരിച്ചു. അശ്വത്ഥാമാവിനെ പിടിച്ചു കെട്ടി വധിക്കാൻ പറഞ്ഞു കൃഷ്ണൻ. പക്ഷേ അർജുനൻ ഒന്ന് പഠിച്ചു. അങ്ങനെ പിടിച്ചു കെട്ടി കൊണ്ടുവരികയാണ്. ഇവിടെ വന്നു. കണ്ട വഴി പാഞ്ചാലി പറഞ്ഞു, അയ്യോ ഈ ചെയ്തത് ശരിയായില്ല. ഇദ്ദേഹം ഗുരുപുത്രനാണ്, ആത്മാവായി പുത്ര ഉൽപ്പന്ന എന്നാണ്. പുത്രനായിട്ട് പിറക്കുന്നത് അച്ഛൻ തന്നെയാണ് എന്നാണ് ശാസ്ത്രം. അങ്ങനെയാണെങ്കിൽ ഈ അശ്വത്ഥാമാവ് ദ്രോണം തന്നെയാണ്. അതുകൊണ്ട് ഇദ്ദേഹത്തിനെ വധിച്ചു കഴിഞ്ഞാൽ ഗുരുഹത്യാ പാപം ഉണ്ടാവും. പിന്നെ ഇദ്ദേഹം ബ്രാഹ്മണനാണ്, അപ്പോ ബ്രഹ്മഹത്യാ പാപം ഉണ്ടാവും. ഇതൊക്കെ പോട്ടെ, പാപത്തിന്റെ കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. പാഞ്ചാലി പറയാണ്, ഇദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരിപ്പുണ്ട്, കൃപി എന്നാണ് പേര്. അവർക്ക് ഇനി വേറൊരു ആശ്രയമില്ല, ഭർത്താവ് മരിച്ചു. ഇനി ഒരു പുത്രൻ മാത്രമാണ് ആശ്രയം. പുത്രന്മാര് മരിച്ചാലുള്ള ദുഃഖം ഞാനിപ്പോ അനുഭവിക്കുന്നുണ്ട്. ഇനി മറ്റൊരു സ്ത്രീ അത് അനുഭവിക്കാൻ ഇടവരരുത്. കാര്യം ശരിയാണ്, എന്റെ പുത്രന്മാരെ പൈശാചികമായിട്ട് ഉറങ്ങിക്കിടക്കുന്ന ആളുകളെ വെട്ടിക്കൊന്നവനാണ് ഇവൻ. പക്ഷേ ഇദ്ദേഹത്തെ നിഗ്രഹിച്ചാൽ ഇദ്ദേഹമല്ലോ ദുഃഖിക്കുക. ഈ കൊല്ലപ്പെടുന്നയാളല്ലല്ലോ ദുഃഖിക്കാൻ പോണത്. അനുഭവിക്കാൻ പോണത് ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളാണ്. അവരെന്ത് പാപം ചെയ്തു, അവരെന്ത് തെറ്റ് ചെയ്തു? അതുകൊണ്ട് വെറുതെ വിടണം, അഴിച്ചുവിടും. മുച്ചതാമേഷ പാഞ്ചാലി. ഭീമന് ഇത് ഒട്ടും ചോദിച്ചില്ല. ഭീമൻ പറഞ്ഞു, ഇതൊന്നും ഈ പറയുന്നതിലൊന്നും ഒരു അർത്ഥമില്ല. ഇതൊക്കെ ഓരോ വൈകാരികമായിട്ടുള്ള പ്രകടനം. ഇവൻ തനി കാട്ടാളന്മാര് പോലും ചെയ്യാൻ അറയ്ക്കുന്ന കാര്യമാണ് ചെയ്തത്. ഒരു സംസ്കാരം ഇല്ലാത്തവരും ഇങ്ങനെ ചെയ്യില്ല. ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരെ വെട്ടിക്കൊല്ല, കുട്ടികളെ കൊല്ല. അതുകൊണ്ട് ഇവനെ വധിക്കണം. വേറെ ഒരു പരിഹാരവും ഇതിനില്ല. മാത്രവുമല്ല, അത് ഇവന് തന്നെ ഗുണാണ്. എങ്ങനെ? ഇവന്റെ സ്വഭാവം അനുസരിച്ച് ഇതുപോലെയാണ് ഇവൻ ഇനിയും പ്രവർത്തിക്കുക. ഇവൻ ഈ പാപകർമ്മങ്ങൾ ചെയ്യും തോറും അത്രയും ഇതിന് നരകയാത്രകൾ അനുഭവിക്കണം. ഇപ്പൊ കൊന്നു കഴിഞ്ഞാൽ ഇവന് തന്നെ ലാഭമാണ്. വെച്ചാൽ കുറച്ചേ നരകം അനുഭവിക്കുന്നു എന്നാണ് ഭീമന്റെ സിദ്ധാന്തം. പക്ഷേ നകുലൻ, സഹദേവൻ, ധർമ്മപുത്രന് ഒക്കെ പാഞ്ചാലിയാണ് അനുകൂലിച്ചത്. എന്നാൽ ഭീമൻ ശക്തമായിട്ട് വാദിക്കുന്നു. അർജുനൻ കൃഷ്ണനെ നോക്കി. കൃഷ്ണൻ പറഞ്ഞു, രണ്ടും ശരിയാണ്. നീ രണ്ടും ശരിയാക്കിക്കൊണ്ട്, നീ വലിയ ബുദ്ധിമാനാണല്ലോ, രണ്ടും ശരിയാണ്. രണ്ടുപേർക്കും അലോഗ്യമില്ലാത്ത വിധം അവിടെ പ്രവർത്തിച്ചോളൂ. അപ്പോ ബ്രാഹ്മണനാണ് എന്ന് മാത്രമല്ല, ഇദ്ദേഹം ജനിച്ചപ്പോൾ ഒരു ചൂടാരത്നമുണ്ട്. അദ്ദേഹത്തിന് ഇപ്പൊ കർണനൊക്കെ കവചങ്ങള്, കുണ്ടലങ്ങള് ഒക്കെ ജന്മനാ ഉള്ളതുപോലെ ഈ അശ്വത്ഥാമാവിന് ഒരു ചൂടാരത്നമുണ്ട്, തലയിലൊരു രത്നം. അർജുനൻ എന്ത് ചെയ്തു? ആ മുടിയൊക്കെ തന്റെ വാളെടുത്ത് ഒന്നിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി, ആകെ വികൃതമാക്കി, മുടിയൊക്കെ അവിടെ ഇവിടെയൊക്കെ പോയി. ആ ചൂടാരത്നം അപഹരിച്ചു, അദ്ദേഹത്തിനെ വിട്ടു.
ഇത് ഇത്ര വലിയ ശിക്ഷയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നല്ല ശിക്ഷ തന്നെയാണ്. അഭിമാനികൾക്ക് സദസ്സിൽ വെച്ച് അപമാനം ഏർപ്പെടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലും ഭേദം കൊല്ലുകയായിരുന്നു നല്ലത് എന്ന് തോന്നും. അങ്ങനെ ആണ് അശ്വത്ഥാമാവിനെ അപമാനിച്ചു വിട്ടത്. അതുകൊണ്ട് എന്തുണ്ടായി? അശ്വത്ഥാമാവിന് പ്രതികാരം വർദ്ധിക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം പിന്നീട് വീണ്ടും ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും പാണ്ഡവർക്ക് നേരെ. അതുമാത്രമല്ല, അതേസമയം അദ്ദേഹം ഈ വംശം പോലും നിലനിൽക്കരുത് എന്ന് വിചാരിച്ച് ആ ഉത്തരയുടെ ഗർഭത്തിൽ ഇരിക്കുന്ന ശിശുവിന് നേരെയും അയക്കുകയാണ്. അപ്പോഴാണ് ഭഗവാൻ ആ പാണ്ഡവർക്ക് നേരെയുള്ള ബ്രഹ്മാസ്ത്രത്തെ നിർവീര്യമാക്കി അതിനെ പിൻവലിച്ചു. ഉത്തരവെന്ന് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. പാഹി പാഹി മഹായോഗിൻ ദേവദേവ ജഗൽപദേ നാന്യം ത്വദഭയം പശ്യേ എത്ര മൃത്യു പരസ്പരം. മറ്റൊരാളെയും ഞാൻ അഭയമായിട്ട് കാണുന്നില്ല, മറ്റൊരാളും എനിക്ക് ആശ്രയമില്ല. അങ്ങ് എൻ്റെ ഈ പുത്രനെ, എൻ്റെ ഉദരത്തിൽ വളരുന്ന ഈ പുത്രനെ രക്ഷിക്കണേ. ഭഗവാൻ ഉത്തരാഗർഭത്തിൽ പ്രവേശിച്ച് ആ കുട്ടിയെ രക്ഷിച്ചു. അങ്ങനെ ഭഗവാനാൽ രക്ഷിതനായതുകൊണ്ടാണ് വിഷ്ണുരാധൻ എന്ന് പിന്നീട് ആ കുട്ടിക്ക് പേരായത്. ഇങ്ങനെ തന്റെ പുത്രന്മാരെയും തന്റെ വംശം നിലനിൽക്കാൻ കാരണമായ ആ ഉത്തരാഗർഭത്തിലെ ശിശുവിനെയും ഭഗവാൻ രക്ഷിച്ചത് കണ്ട് കുന്തിദേവിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. കുന്തിദേവി പൊട്ടിപ്പൊട്ടി കരഞ്ഞുകൊണ്ട്, ആ ഭഗവാന്റെ കാരുണ്യം പലതവണ അനുഭവിച്ചവരാണ്. ഇപ്പതാ വീണ്ടും ആ ഭഗവാന്റെ കാരുണ്യം അനുഭവിച്ചപ്പോൾ കുന്തിദേവി ഭഗവാനെ വീണ്ടും നമസ്കരിച്ചു. സത്യത്തിൽ കുന്തിദേവിയുടെ പുത്രസ്ഥാനമാണ്, കുന്തിദേവിയുടെ സഹോദരനാണ് വസുദേവര്. വസുദേവരുടെ പുത്രനാണ് കൃഷ്ണൻ. പക്ഷേ കുന്തിദേവിക്ക് അറിയാം ഇത് ഭഗവാനാണ്. അതാണ് കുന്തിദേവി ആദ്യം തന്നെ പറയാണ്, നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനാം അന്തർബഹിരവസ്ഥിതം മായാജവനികാച്ഛന്നം. എനിക്കറിയാം, നമസ്യേ, ഞാൻ നമസ്കരിക്കുന്നു. അങ്ങ് എന്റെ സഹോദരന്റെ പുത്രനായിട്ടുള്ള വെറും ഒരു കൃഷ്ണനല്ല, പിന്നെയോ പുരുഷം ത്വാദ്യം, അങ്ങ് ആദ്യനായിട്ടുള്ള ആളാണ്, ആദ്യനായിട്ടുള്ള പുരുഷനാണ്. പ്രകൃതേ പരം, പ്രകൃതിക്ക് പരനായിട്ടുള്ള. സാഖ്യയോഗം പറയുമ്പോൾ നാളെ നമുക്ക് കപിലന്റെ സാഖ്യം കേൾക്കുമ്പോൾ പുരുഷനെയും പ്രകൃതിയെയും കേൾക്കാം. പ്രകൃതി സംബന്ധമില്ലാത്ത പുരുഷനാണ് വേദാന്തത്തിൽ പറയുന്ന ചിത്തും ജഡവും തന്നെ. ബോധമാണ്, ബോധസ്വരൂപനാണ്, ജ്ഞാനസ്വരൂപനാണ് എന്നർത്ഥം ഭഗവാൻ. ഒരു ജഡ സംബന്ധവുമില്ല. നമ്മൾ പറഞ്ഞ തത്വം എന്താണോ തത്വം എന്ന് പറഞ്ഞ യജ്ഞാനമദ്വയം എന്ന് പറഞ്ഞില്ലേ, ഭഗവാൻ എന്ന് പറഞ്ഞില്ലേ, അതാണ് കൃഷ്ണൻ എന്ന് കുന്തിദേവിക്ക് അറിയാം. അങ്ങനെയാണ് സ്തുതി ആരംഭിക്കുന്നത്. നമസ്യേ പുരുഷം ത്വാദ്യമീശ്വരം, ഈശ്വരനാണെന്ന് പ്രകൃതേ പരം അലക്ഷ്യം സർവഭൂതാനും, ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല. അലക്ഷ്യനാണങ്ങ്, എന്നാൽ എല്ലാ സ്ഥലത്തും നിറഞ്ഞു നിൽക്കുക. അന്തർബഹിരവസ്ഥിതം, എവിടെയാണുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവത്ര നിറഞ്ഞു നിൽക്കുന്ന, പക്ഷെ ആർക്കും കണ്ടെത്താൻ സാധിക്കില്ല. ഇതാണ് എന്താ കണ്ടെത്താൻ സാധിക്കാത്തത്? മായാജവനികാച്ഛന്നം, മായയാകുന്ന മൂടുപടം. എല്ലാവരുടെയും കൺകളെ, മനസ്സുകളെ, ബുദ്ധിയെ മൂടുന്ന മായ എന്ന മൂടുപടം കിട്ടിട്ടുണ്ട്. അജ്ഞാതോക്ഷജമവ്യയം ന ലക്ഷ്യസേ മൂഢദൃശ, ന ലക്ഷ്യസേ മൂഢദൃശ നടോ നാട്യധരോ യഥാ തഥാ പരമഹംസാനാം മുനീനാം അമലാത്മനാം ഭക്തിയോഗ വിധാനാർത്ഥം കഥം പശ്യേമ സ്ത്രിയ.
ഈ ഭഗവാനെ അറിയുക, പൂർണ്ണമായിട്ട് അറിയുക എന്നുള്ളത് പരമഹംസന്മാർക്ക് പോലും പറ്റില്ല. ആ പരമഹംസന്മാർ പോലും പിന്നെ എന്താ ചെയ്യണത്? ഭക്തി കൊണ്ട് ഭഗവാനെ ആരാധിക്കുക. ഭഗവാനെ അറിഞ്ഞ് നമുക്ക് പൂർണ്ണമായിട്ട് അറിയുക എന്നുള്ളത് സാധ്യമല്ല എന്നർത്ഥം. അപ്പൊ എന്താ ചെയ്യുക? ആ അറിവിന്റെ സ്വരൂപനായിട്ടുള്ള, ആ ജ്ഞാനസ്വരൂപനായിട്ടുള്ള ഭഗവാനെ നമ്മൾ ആശ്രയിക്കുക പരിപൂർണമായിട്ട്. അതാണ് പരമഹംസന്മാർ പോലും ചെയ്യണത്. എന്താ പരമഹംസന്മാരുടെ പ്രത്യേകത? അവർ അമലന്മാരാണ്. അവരുടെ മനസ്സിൽ കളങ്കമില്ലാത്ത സത്വപ്രകൃതികളായിട്ടുള്ള അവർക്ക് പോലും അങ്ങയെ പരിപൂർണമായിട്ട് അറിയാൻ സാധിക്കുന്നില്ല. അപ്പൊ പിന്നെ എന്നെ പോലുള്ളവർക്ക് എങ്ങനെയാ പറ്റുക? അങ്ങയുടെ ഈ അവതാര കളികളാകുന്ന നാട്യങ്ങളെ കണ്ട് ഞങ്ങൾക്ക് ആ നാട്യം ചെയ്യുന്ന നടനെ തന്നെ ഭഗവാനായിട്ട് ആരാധിക്കുക. അത്രയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ എൻ്റെ കൃഷ്ണനായിട്ട്, വസുദേവയുടെ പുത്രനായിട്ടുള്ള കൃഷ്ണനായിട്ട്, ദേവകി തനയനായിട്ട് തന്നെ കണ്ട് ഞാൻ അങ്ങയെ ആരാധിക്കുന്നു. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഇങ്ങനെ കുന്തിദേവി എത്ര കാര്യങ്ങളാണ് കുന്തിദേവി ഓരോന്നോരോന്നും തന്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ച പാഠങ്ങൾ. എന്താ കുന്തിദേവി പഠിച്ചത്? പ്രധാന പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപത്ത് സമയത്താണ് നമുക്ക് ഭഗവാനെ ഓർക്കുക. ആളുകള് ഭഗവാനെ ഓർമ്മ വരണമെങ്കിൽ നല്ലങ്ങനെ സുഖമായിട്ടിരിക്കുമ്പോ കഷ്ടിയാവും നടത്തും. ഓർക്കണവരുണ്ടാവില്ല എന്നല്ല. പക്ഷേ തീവ്രമായിട്ട് ഭഗവാനെ സ്മരിക്കുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെ ചെയ്യുക എപ്പോഴാണ്? എന്തെങ്കിലും തങ്ങൾക്ക് ആപത്തുകൾ സംഭവിക്കുമ്പോഴാണ്. എത്ര ആപത്തുകളാണ് എൻ്റെ ജീവിതത്തിലും എൻ്റെ മക്കളുടെ ജീവിതത്തിലും ഒക്കെ ഉണ്ടായത്. ആ ഓരോ സന്ദർഭത്തിലും അവരൊക്കെ രക്ഷപ്പെട്ടത് അവരുടെ കേമത്വം കൊണ്ടല്ല. മക്കള് കേമന്മാരാണ് എന്നൊക്കെ ലോകം പറയുന്നുണ്ടെങ്കിലും എനിക്ക് നല്ല നിശ്ചയമുണ്ട്. അങ്ങയുടെ കാരുണ്യമില്ലെങ്കിൽ ഭീമനായാലും അർജുനനായാലും എന്ത് ചെയ്യാൻ പറ്റും? എത്ര സന്ദർഭങ്ങൾ കുട്ടിക്കാലം മുതൽ തുടങ്ങിയതാണ്. ഭീമന് വിഷം കൊടുത്തു കൗരവന്, ആ സമയത്ത് അങ്ങ് രക്ഷിച്ചു. അരക്കില്ലത്തിൽ ഇട്ട് ചുട്ടുകൊല്ലാൻ വേണ്ടി ശ്രമിച്ചു, ആ സമയത്ത് അങ്ങ് രക്ഷിച്ചു. എന്തിനിങ്ങനെ എണ്ണി പറയാൻ നിൽക്കുന്നു? ഇപ്പതാ ഈ യുദ്ധം കഴിഞ്ഞതാ ഇപ്പോ ഈ ബ്രഹ്മാസ്ത്രത്തിൽ നിന്ന്. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ എൻ്റെ മക്കൾക്കും എനിക്കും ആപത്ത് വരുമ്പോഴൊക്കെ ഞാൻ തീവ്രമായിട്ട് പ്രാർത്ഥിച്ച്, അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല എൻ്റെ മക്കളും അങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. അതിന്റെ ഫലമായിട്ടാണ് അപ്പോഴൊക്കെ നീ വന്നു ചേർന്നത്. എനിക്കിപ്പോ ഒരു കാര്യം ബോധ്യമായി. ഈ ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ളത് നിന്റെ ദർശനമാണ്. ഏതെങ്കിലും പ്രകാരത്തിൽ ആപത്തുണ്ടായാലും വേണ്ടില്ല, എന്തുണ്ടായാലും വേണ്ടില്ല, ഭഗവാനെ കണ്ടു കിട്ടുക എന്നുള്ളതാണ് ജീവിത ലക്ഷ്യം എന്നെനിക്ക് ബോധ്യമായി. അതിന് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത്, ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് ഏറ്റവും പ്രയോജനം ചെയ്യുന്നത് ആപത്താണെങ്കിൽ ആ ആപത്ത് എനിക്ക് ഇനിയും തരൂ എന്നാണ് കുന്തിദേവി പ്രാർത്ഥിക്കുന്നത്. വിപദ സന്തുന ശശ്വത് തത്ര ജഗദ്ഗുരോ ഭവതോ ദർശനം യൽസ്യാൽ. കാരണം എന്താ? അതുകൊണ്ടാണ് അങ്ങയുടെ ദർശനം സിദ്ധിക്കുക. അങ്ങയുടെ ദർശനം സിദ്ധിച്ചാൽ എന്താ ഇത്ര ഗുണം എന്നാണെങ്കിൽ അപുനർഭവ ദർശനം. പിന്നെ നമുക്ക് മറ്റൊന്നും ദർശിക്കേണ്ടി വരില്ല, വീണ്ടും ജനിക്കേണ്ടി വരില്ല, ജനിച്ചു മരിക്കേണ്ടി വരില്ല, ഈ സംസാരത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന അർത്ഥം. അതാണ് കുന്തിദേവി പ്രാർത്ഥിക്കുന്നത്. പിന്നെയുമുണ്ട്, സത്യത്തിൽ നിന്റെ അമ്മയായിട്ടുള്ള ആ ദേവകിയേക്കാൾ ഇഷ്ടം എന്നോടാണോ എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് എന്നാ കുന്തിദേവി പറയാം.
കാരണം ദേവകീ ദേവിക്ക് പോലും ഭഗവാൻ ജനിച്ച് പിന്നെയും കുറെ കാലം ആ കാരാഗ്രഹത്തിലൊക്കെ കിടക്കേണ്ടി വന്നു. നമുക്കറിയാം, ഏകാദശ സ്കന്ധത്തിൽ പ്രായമായ ആ ദേവകീ വസുദേവന്മാരെ ദുഃഖം മാറാത്തത് കൊണ്ട് നാരദ മഹർഷി ഭാഗവത ധർമ്മം ഉപദേശിക്കുന്ന രംഗമൊക്കെ കാണാം. അതായത് അവർക്ക് പിന്നെയും ഭഗവാൻ പുത്രനായിട്ടിരിക്കുക, എന്നിട്ടും അവർക്ക് ദുഃഖം മാറിയില്ല എന്നാണ്. അപ്പൊ അതുകൊണ്ട് കുന്തിദേവി പറയാണ്, എനിക്ക് ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ, ഭക്തി ഉറയ്ക്കാൻ വേണ്ടിയിട്ട് അങ്ങ് അനുഗ്രഹിക്കണം. എന്റെ സ്നേഹം, എന്റെ മനസ്സ് പല വഴിക്ക് ഇങ്ങനെ ഒഴുകുകയാണ്. ഈ മനസ്സ് പരിപൂർണമായിട്ട് അങ്ങയിലേക്ക് ഏകാഗ്രമായിട്ട് ഉറയ്ക്കണം, ഏകാഗ്രമായിട്ടുള്ള ഭക്തി ഉണ്ടാവണം, അതിന് അങ്ങ് അനുഗ്രഹിക്കണം എന്ന് പറയണം. ഇങ്ങനെ വീണ്ടും വീണ്ടും നമസ്കരിച്ചു. ഭഗവാൻ പുഞ്ചിരിച്ച് ആ കുന്തിദേവിയെ ഒന്ന് ആശ്വസിപ്പിച്ചു. അദ്ദേഹം ഹസ്തിനാപുരിയിൽ വന്നിട്ട് കുറച്ച് നാളായി. യുദ്ധത്തിന് വേണ്ടി വന്നതാണ്, കുറെ നാളായി. തിരിച്ചു പോകാൻ വേണ്ടി ഉത്സാഹിക്കുക. അപ്പോ യുധിഷ്ഠിരൻ സമീപിച്ചു. യുധിഷ്ഠിരന്റെ തീവ്ര ദുഃഖം, താൻ മൂലമാണ് ഈ യുദ്ധമുണ്ടായത്, അതുമൂലമാണല്ലോ ബന്ധുക്കളടക്കം എത്രയോ ആളുകള് മരിച്ചുപോയി. മനുഷ്യര് മാത്രമല്ല, ജന്തുക്കൾ എത്ര മരിച്ചുപോയി, എത്ര വസ്തുക്കൾ നശിച്ചുപോയി, എത്രയെത്ര സ്ത്രീകൾ അനാഥരായി. ഈ കഷ്ടതകളൊക്കെ താൻ മൂലമാണല്ലോ ഉണ്ടായത് എന്ന ദുഃഖം, തീവ്ര ദുഃഖം, ശുചാർപ്പിത എന്നാണ് പറയുന്നത്. ദുഃഖത്തിന് സമർപ്പിച്ചു തന്നെ എന്നാണ്. എന്ത് പറഞ്ഞിട്ടും മനസ്സിലാവില്ല, അദ്ദേഹത്തിന് സമാധാനമാവില്ല. അപ്പോഴാണ് ഭഗവാൻ അദ്ദേഹത്തിനെ കൂട്ടി ഭീഷ്മരുടെ അടുത്തേക്ക് പോവുകയാണ്. ഭീഷ്മര് യുദ്ധത്തിന്റെ 10-ാം ദിവസം വീണതാണ്. ശരശയ്യയിലാണ് അദ്ദേഹം കുരുക്ഷേത്ര ഭൂമിയിൽ കിടക്കുന്നത്. സ്വച്ഛന്ത മൃത്യു എന്ന ഒരു വരം സിദ്ധിച്ചതുകൊണ്ട് അദ്ദേഹം മരിക്കാനുള്ള നല്ല സമയം കാത്തു കിടക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് ഭഗവാൻ ഇതാ യുധിഷ്ഠിരനെ കൊണ്ടുപോയി മറ്റു പാണ്ഡവരും അനുഗമിച്ചു. അപ്പോഴേക്കും ധാരാളം സജ്ജനങ്ങൾ, മഹർഷിമാരൊക്കെ വന്നു. എന്താ കാരണം? ഇവിടെ നല്ലൊരു സംഭാഷണം നടക്കും, നല്ലൊരു സത്സംഗത്തിന് വേദിയാണ്. അപ്പൊ അവിടെ സജ്ജനങ്ങളൊക്കെ വന്നു ചേർന്നു എന്നാണ്. മഹാഭാരതത്തിൽ സുദീർഘമായിട്ടുള്ള ഒരു ഭാഗമാണ് ശാന്തി പർവ്വം. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, ഭീഷ്മര് പാണ്ഡവരെ കണ്ടപ്പോൾ മൂക്കത്ത് വിരൽ വെച്ചു എന്നാണ് അവിടെ കടന്നുകൊണ്ട്. ഈ രംഗത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംഹാസനം സിദ്ധിച്ച രാജ്യം കരസ്ഥമാക്കിയ പാണ്ഡവർ ദുഃഖിക്കുന്നു, തീവ്ര ദുഃഖം, അവർക്ക് ദുഃഖം മാറുന്നില്ല. ശരശയ്യയിൽ കിടക്കുന്ന ഭീഷ്മര് സുഖമായിട്ട് ഇങ്ങനെ കിടക്കുക, ശരശയ്യയിലാണ് കിടക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ആ വീരമായിട്ടുള്ള ശാന്തത, വീരം കലർന്ന ശാന്തത, അദ്ദേഹം ഇവരെ നോക്കി പറഞ്ഞു, കഷ്ടം, എത്ര യോഗ്യന്മാരാണ് നിങ്ങൾ. ധർമ്മത്തിന്റെ കാര്യത്തിൽ കടുകിട തെറ്റാത്ത ധർമ്മപുത്രന് ശരീരബലത്തിൽ, കായബലത്തിൽ ഭീമനെ ജയിക്കാൻ ആരുമില്ല. അർജുനനെ പോലെ യോദ്ധാവ് ആരുമില്ല. ഗാണ്ഡീവം പോലെ വില്ലില്ല. പാശുപതം പോലെ അസ്ത്രമില്ല. ഇതൊക്കെ പോരാഞ്ഞ് കൃഷ്ണൻ എന്ന സുഹൃത്തും ഭഗവാൻ കൂടെ ആയപ്പോഴും തതോ വിപത്ത്, എന്നിട്ടും ദുഃഖമൊഴിഞ്ഞൊരു സമയമില്ലോ നിങ്ങൾക്ക്. ഭഗവാന്റെ ഒരു കളി ഇതാണ്. ഭീഷ്മര് പറയാണ്, ഇതാണ് ഭഗവാന് രണ്ട് അടിസ്ഥാന ഭാവങ്ങളാണുള്ളത്. ഓരോ ജീവന്റെയും ഉള്ളിൽ ആത്മാവായിട്ടും പുറത്ത് കാലമായിട്ടും ഇരിക്കുന്നു എന്നാണ്. കാലം ദുഃഖസ്വരൂപമാണ്, ആത്മാവ് സുഖസ്വരൂപമാണ്. സാധാരണ ആളുകൾ കാലത്തിൽ ശ്രദ്ധിക്കുന്നു, ആത്മാവിൽ ശ്രദ്ധിക്കുന്നില്ല. അതുകൊണ്ട് അവർ ദുഃഖത്തിന്
അടിപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ആത്മാവിൽ ശ്രദ്ധിച്ചാൽ അവർക്ക് എപ്പോ വേണമെങ്കിൽ സുഖം അനുഭവിക്കാം. കൃഷ്ണൻ കൂടെ നടന്നിട്ടും നിങ്ങളുടെ ആത്മാവാണ് ഈ കൃഷ്ണൻ, ആത്മസ്വരൂപനാണ് ഈ കൃഷ്ണൻ എന്ന് മനസ്സിലാക്കിയില്ല. അതുകൊണ്ട് എന്തായി, കൃഷ്ണൻ തന്നെ കൂടെ നടന്നിട്ടും ആ കാലത്തിന്റെ പിടിയിൽപ്പെട്ടു. അതാണ് നിങ്ങൾ ദുഃഖിക്കാൻ കാരണം. ഭീഷ്മര് യുധിഷ്ഠിരന്റെ അനേക ചോദ്യങ്ങൾക്കൊക്കെ വിശദമായിട്ട് മറുപടി പറഞ്ഞു. അനേക ധർമ്മങ്ങളെ കുറിച്ചിട്ടുള്ള ഉപദേശം. അവസാനം അദ്ദേഹത്തിന് തൻ്റെ യാത്രയ്ക്കുള്ള സമയമായി എന്ന് മനസ്സിലായി. സത്യത്തിൽ ഈ ഭഗവാൻ അറിയാത്ത കാര്യമൊന്നും പറഞ്ഞു കൊടുക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? ഭഗവാൻ ഇവിടെ വന്നിരിക്കുന്നത് ഒരു രംഗമൊക്കെ സജ്ജീകരിച്ച് തന്നെ അനുഗ്രഹിക്കണം എന്ന് വിചാരിച്ചിട്ടാണ്. ഭീഷ്മർക്കറിയാം ഇങ്ങനെ അദ്ദേഹം തൻ്റെ മനസ്സും വാക്കും ദൃഷ്ടിയും എല്ലാം മറ്റെല്ലാത്തിൽ നിന്നും പിൻവലിച്ച് ഭഗവാനിൽ പരിപൂർണമായിട്ട് സമർപ്പണം ചെയ്തു. അങ്ങനെയാണ് അദ്ദേഹം സ്തുതിക്കുന്നത്. ഇതിമതിരുപകൽപ്പിതാവിതൃഷ്ണ ഭഗവതി സാത്വത പുങ്കവേ വിഭൂംനി സ്വസുഖമുപഗതേ ക്വചിത് വിഹർത്തും പ്രകൃതിമുപേയുഷി യദ്ഭവപ്രവാഹ ത്രിഭുവനകമനം തമാലവർണം രവികരഗൗരവരാംബരം ദധാനേ വപുരളകുലാവൃതാനനാബ്ജം വിജയസഖേ രതിരസ്തു മേ നവദ്യ. വിജയസഖേ പാർത്ഥസാരഥേ രതിരസ്തു മേ നവദ്യ. ഇതാണ് അദ്ദേഹം ഓരോ ശ്ലോകത്തിലും വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുന്നത്. കൃഷ്ണനെ സംബന്ധിച്ച അനേക രംഗങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടെങ്കിലും ഈ യുദ്ധരംഗമാണല്ലോ അവസാനത്തെ. അതാണ് അദ്ദേഹത്തിന്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നത്. പാർത്ഥസാരഥിയായിട്ടുള്ള കൃഷ്ണന്റെ ഓരോരോ ഭാവങ്ങൾ. ആ യുദ്ധക്കളത്തിൽ പൊടിയും വെയിലും കാറ്റുമൊക്കെ അടിച്ച് വസ്ത്രങ്ങളൊക്കെ ചളിപുരണ്ട് നിണം പുരണ്ട് മുടിയൊക്കെ അങ്ങനെ അഴിഞ്ഞ് അളകങ്ങൾ മുഖത്തേക്ക് ഇങ്ങനെ വീണിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ഉള്ള ആ ഭഗവാന്റെ, സാധാരണ ഏതൊരു മനുഷ്യനായാലും അയാളുടെ സൗന്ദര്യത്തെ കുറയ്ക്കുകയാണ് ഈ ചളിയൊക്കെ പുരളുമ്പോൾ ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയുള്ള യുദ്ധരംഗത്ത് പരിശ്രമം ചെയ്യുമ്പോൾ അയാളുടെ സൗന്ദര്യമൊക്കെ ആ സമയത്ത് മങ്ങുക ചെയ്യാം. പക്ഷെ ഭീഷ്മര് പറയാം, ഒന്നുകൂടി അതൊരു വലിയൊരു സൗന്ദര്യമായിട്ട് തീർന്നു കൃഷ്ണന് എന്നാണ്. അങ്ങനെയുള്ള ആ പാർത്ഥസാരഥിയിൽ എനിക്ക് ബുദ്ധി ഉറയ്ക്കണം, ഭക്തി ഉണ്ടാവണം, പ്രേമം ഉണ്ടാവണം. കൃഷ്ണൻ യുദ്ധത്തിൽ ആയുധമെടുക്കില്ല എന്ന് ശപഥം ചെയ്തിട്ടുണ്ട്. ഇത് കേട്ടപ്പോ ഞാനൊരു ശപഥം ചെയ്തു, കൃഷ്ണനെ കൊണ്ട് ആയുധം എടുപ്പിക്കും എന്ന്. സ്വനിഗമം അപഹായം അൽപ്രതിജ്ഞാം ആണ്. ഭഗവാൻ എന്ത് ചെയ്തു? എന്നാൽ ഇനി ഭീഷ്മരുടെ വാക്ക് തെറ്റാൻ ഇടവരരുത്. കാരണം എന്താ? അദ്ദേഹം എന്റെ ഭക്തനാണ്. ഞാൻ അസത്യം പ്രവർത്തിച്ചു എന്ന് നാലാൾ പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷേ ഭീഷ്മര് ഒരു പ്രതിജ്ഞ ചെയ്തിട്ട് അത് നടന്നില്ലെങ്കിൽ ശരിയല്ല. അതിനുവേണ്ടി ഒരു സന്ദർഭത്തിൽ തന്നെ വധിക്കാൻ വേണ്ടി ചക്രായുധവുമായിട്ട് പുറപ്പെട്ടു. അത്ര കരുണാമൂർത്തിയാണ് ഭഗവാൻ. ഇങ്ങനെ ഓരോ രംഗവും ആ ഭീഷ്മര് ഓർത്തോർത്ത് വീണ്ടും വീണ്ടും പ്രാർത്ഥിക്കുകയാണ്. അല്ലയോ പാർത്ഥസാരഥേ, എനിക്ക് അങ്ങയിൽ ഇനിയും ഭക്തി ഉണ്ടാവണം, മറ്റൊന്നും എനിക്ക് പ്രാർത്ഥിക്കാനില്ല, ഒരാഗ്രഹവും ഇനി എനിക്കില്ല. തമിമമഹമജം ശരീരഭാജാം ഹൃദി ധിഷ്ഠിതമാത്മകൽപ്പിതാനാം പ്രതിദൃശമിവ നൈകഥാർക്കമേകം സമധിഗതോസ്മി വിധൂതഭേദമോഹ. എന്ന് മാത്രമല്ല, എല്ലാമായിട്ടിരിക്കുന്നത്, ഈ ചരാചരങ്ങളായിട്ടിരിക്കുന്നതൊക്കെ അങ്ങ് തന്നെയാണ് എന്ന് ഞാൻ അറിയുന്നു. സൂര്യൻ ഒന്നേയുള്ളൂ. ഈ പ്രതിബിംബിക്കുന്നതൊക്കെ സത്യത്തിൽ അങ്ങ് തന്നെയാണ്.
അങ്ങയുടെ പ്രതിബിംബങ്ങളാണ് ചരാചരങ്ങളൊക്കെ. ജലാശയങ്ങളിൽ പല പല സൂര്യന്മാരെ കാണുന്നുണ്ടെങ്കിലും അവിടെ വേറെ വേറെ സൂര്യനൊന്നുമില്ല, ഒരു സൂര്യനേ ഉള്ളൂ. ഇതേപോലെ ഒരേ ഒരു ഈശ്വരൻ, ഒരേ ഒരു ഭഗവാൻ, ഒരേ ഒരു ബോധം. ആ ബോധമാണ് പല പല ശരീരങ്ങളിൽ ജീവരൂപേണ ഇരിക്കുന്നത് എന്നർത്ഥം. ആ ഒരു അറിവ് സിദ്ധിച്ചു കഴിഞ്ഞാൽ അദ്വയമായിട്ടുള്ള ജ്ഞാനം, തത്വം ഗ്രഹിച്ചു എന്നർത്ഥം. തത്വം ഉറച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. ബ്രഹ്മജ്ഞാനിയായി എന്നർത്ഥം. ബ്രഹ്മജ്ഞാനി ബ്രഹ്മം തന്നെ ആയിട്ട് മാറും എന്നാണ് ശാസ്ത്രം. അപ്പോ ആ ഭീഷ്മര് ഭഗവാനിൽ തന്നെ തൻ്റെ മനസ്സും ശരീരവും, മനസ്സും ദൃഷ്ടിയും വാക്കും സമർപ്പിച്ചുകൊണ്ട് മുക്തനായിട്ട് തീർന്നു. ആ സമയത്ത് പുഷ്പവൃഷ്ടി ഉണ്ടായി. ദേവന്മാരൊക്കെ വാദ്യങ്ങൾ വായിച്ചു, ഗന്ധർവന്മാർ പാട്ടുപാടി, അപ്സരസുകൾ നൃത്തം വെച്ചു എന്നൊക്കെ പറയും. അങ്ങനെയുള്ള അത്ഭുതങ്ങൾ. അതിനുശേഷം ഇനി നമുക്ക് അരമണിക്കൂർ സമയമുണ്ട്. നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ ശരവേഗത്തിൽ പറഞ്ഞു തീർക്കുകയാണ്. കാരണം ഇനി നാളത്തേക്കാവാം എന്ന് വിചാരിച്ചാൽ നാളെയും ഉണ്ട് കുറെ അധികം. എല്ലാ ദിവസവും ഉണ്ട് ധാരാളം. പക്ഷെ അത് സാരമില്ല. ഭാഗവതത്തിന്റെ ഒരു അല്ലെങ്കിലും ഇത് മുഴുവൻ പറഞ്ഞു തീർക്കാനൊന്നും സാധിക്കില്ല. മാത്രവുമല്ല, പറയാറുണ്ട് ഈ അരിബന്ധവും നോക്കാൻ എല്ലാ വറ്റും കൊടുത്ത് ഇങ്ങനെ നോക്കണ്ടല്ലോ, രണ്ടെണ്ണമൊക്കെ എടുത്തു നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഇതുപോലെയാണ് മറ്റു ഭാഗങ്ങളും, അതീവ ഹൃദ്യങ്ങളാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ നമുക്ക് തന്നെ അത് ഒന്നുകിൽ ഇപ്പോ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല, യൂട്യൂബ് ഗുരുവുണ്ട്. എന്ത് വേണമെങ്കിൽ അതിൽ നിന്ന് എപ്പോൾ വേണമെങ്കിൽ കിട്ടും. നമുക്ക് തന്നെ പല വഴിക്ക് നമുക്ക് ഭാഗവതത്തെ മുഴുവൻ, ഭാഗവത കഥകളെ മുഴുവൻ നമുക്ക് കേൾക്കാൻ സാധിക്കും, പഠിക്കാനും സാധിക്കും. ഒരു രുചി ഉണ്ടാക്കൽ മാത്രമേ നമുക്ക് ഒരു സപ്താഹം കൊണ്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ ഭീഷ്മമുക്തി, പിന്നീട് ഭഗവാൻ ദ്വാരകയിലേക്ക് പോകുന്നത്, ഈ ഓരോന്നും ദ്വാരകയിലേക്ക് പോകുന്നത് ഒരു അധ്യായമാണ്. എന്താണെന്ന് വെച്ചാൽ അതിലൊക്കെ ഉണ്ട് ഇത്ര കാര്യങ്ങൾ. അവിടെ ചെല്ലുന്നത്, അവിടെ ചെന്നാലുണ്ടായിട്ടുള്ള ആ ദ്വാരകാവാസികളുടെ അനുഭവങ്ങൾ അതും ഒരു അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. നമ്മളെന്ത് പറയുന്നു? ഭഗവാൻ ദ്വാരകയിലേക്ക് പോയി, അവിടെ എത്തി, അവർക്കൊക്കെ സന്തോഷമായി എന്ന് പറഞ്ഞ് അതൊക്കെ കഴിക്കണം. പിന്നെ ഇവിടെ ഉത്തരാദേവി പ്രസവിച്ചു. അങ്ങനെ ഉണ്ണിയുണ്ടായി, ധാരാളം ദാനങ്ങളൊക്കെ കൊടുത്തു യുധിഷ്ഠിരൻ. കാരണം എന്താ? കുരുവംശം നിലനിൽക്കേണ്ടത് ഇനി ഈ ഉണ്ണിയിലൂടെയാണ്. അദ്ദേഹത്തിന് പേരിട്ടു വിഷ്ണുരാധൻ എന്നും. അദ്ദേഹം പരിതീക്ഷതി എന്നാണ്. ജനിച്ച ഉടനെ തന്നെ കാണുന്നവരെ ഇങ്ങനെ ഇങ്ങനെ നോക്കും, നല്ലവണ്ണം. സാധാരണ കുട്ടികൾ നോക്കണമല്ല, നല്ലവണ്ണം നോടി ഇതായിട്ട് നോക്കും. കാരണം എന്താ? അകത്ത് കണ്ട ആളാണോ എന്നാണ്. കൃഷ്ണനെ കണ്ടുല്ലോ, അയാളാണോ ഇത് എന്ന് നോക്കില്ല. അതുകൊണ്ട് പരീക്ഷിത്ത് എന്ന് പേരിട്ടു. അപ്പോൾ വിഷ്ണുരാധൻ എന്നും പരീക്ഷിത്ത് എന്നും. നല്ല യോഗ്യനാവും. പല പല ഓരോരോ ഗുണങ്ങളെ കീർത്തിക്കാൻ വേണ്ടി ശ്രീരാമനെ പോലെയാവും, അനേകം മഹാത്മാക്കളെ, അർജുനനെ പോലെ വില്ലാളി വീരനാവും. ഇങ്ങനെയൊക്കെ യുധിഷ്ഠിരനെ പോലെ ധർമ്മിഷ്ഠനാവും, അല്ലെങ്കിൽ യയാതിയെ പോലെ ധർമ്മിഷ്ഠനാവും എന്നൊക്കെ പറയും. പക്ഷേ ഇദ്ദേഹം അവസാനം തക്ഷകൻ കടിച്ച് മരിക്കാൻ ഇടവരും. പക്ഷേ അതിനു മുമ്പ് തന്നെ ഭാഗവതം കേൾക്കാൻ, ശ്രീസുഖനിൽ നിന്ന് ഭാഗവതം കേൾക്കാൻ ഇടം വരുന്നത് കൊണ്ട് അദ്ദേഹം മുക്തനായിട്ട് തീരും. ഒക്കെ കേട്ടു. പിന്നീട് വിതുരൻ ഒരു ദിവസം അവിടെ വരികയാണ്. വിതുരൻ എന്ന് പറഞ്ഞാൽ ധൃതരാഷ്ട്രരുടെയും പാണ്ഡവരുടെയും അനുജനാണ്, വ്യാസപുത്രനാണ്, നല്ല ജ്ഞാനിയാണ്, ഒരു മഹാത്മാവാണ്, ബ്രഹ്മജ്ഞാനിയാണ്. അദ്ദേഹം തീർത്ഥാടനം ചെയ്യുകയായിരുന്നു. മഹാഭാരത യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പേ അദ്ദേഹം ഹസ്തിനാപുരം വിട്ടുപോയി. അങ്ങനെ അദ്ദേഹത്തിന്റെ കഥ ഇനിയും അടുത്ത സന്ദർഭത്തിൽ വരുന്നത് കൊണ്ട് ഈ
വന്ന കാര്യമേ പറയുള്ളൂ. അപ്പോൾ വിതുരൻ അവിടെ തീർത്ഥാടനമൊക്കെ ചെയ്ത് അങ്ങനെ വരികയാണ്. വന്നപ്പോൾ ഇവർക്ക് വലിയ സന്തോഷമായി പാണ്ഡവർക്ക്. അങ്ങനെ അദ്ദേഹത്തിനോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു, ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇദ്ദേഹത്തിന്റെ വരവിന് പക്ഷെ ഒരു ലക്ഷ്യമുണ്ട്. തൻ്റെ ജ്യേഷ്ഠൻ ധൃതരാഷ്ട്രര് കുറെ പ്രായമായി ഈ പാണ്ഡവരുടെ കൂടെ ഇപ്പൊ താമസിക്കുന്നുണ്ട്. അദ്ദേഹവും അദ്ദേഹത്തിന്റെ പത്നി ഗാന്ധാരി ഇവരെ ഒന്ന് നേർവഴിക്ക് നയിക്കണം, കൊണ്ടുപോകണം, മോക്ഷമാർഗത്തിലേക്ക് നയിക്കണം. ഇതാണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം. അപ്പോ ഈ വിതുരൻ അവിടെ കുറച്ചു ദിവസം ഇങ്ങനെ താമസിച്ചു. അപ്പൊ ഇദ്ദേഹം കാണണ്ട് ഈ ധൃതരാഷ്ട്രയുടെ ജീവിതം. ധൃതരാഷ്ട്രർ ഇപ്പോ തനിക്ക് 100 പുത്രന്മാരുണ്ടായി, അവരൊക്കെ എന്തൊക്കെ ചെയ്തു, അവരൊക്കെ അവസാനം മരിച്ചു, കൊന്നത് ഈ പാണ്ഡവരാണ്, അവരുടെ കൂടെയാണ് താൻ താമസിക്കുന്നത്. ഇതൊന്നും ഇദ്ദേഹത്തിനിപ്പോ ഒരു സ്മരണയില്ല. ഇദ്ദേഹം ഇപ്പോ വിതുരൻ കാണുന്നത് എന്താ വെച്ചാൽ ഭീമനാണത്രേ ഇദ്ദേഹത്തിന് ഇങ്ങനെ ശാപ്പാട് കൊടുക്കുക. അപ്പൊ ഭീമൻ ഇങ്ങനെ ഉരുട്ടി ഇങ്ങനെ കൊടുക്കുന്നതാണ്, കഴിക്കൂ വലിച്ചാന്ന് പറഞ്ഞിട്ട്. ഇദ്ദേഹം നല്ല സ്വാദ് എന്നൊക്കെ പറയും. എന്താ സ്വാദ് ഭീമ, നീ ഇങ്ങനെ ഉരുട്ടി തരുമ്പോഴേ ആ സ്വാദ് ഇദ്ദേഹം കഴിക്കാത്രേ. ഇത് കണ്ട് വിതുരർക്ക് കഷ്ടം തോന്നും. ഈ ഭീമനാണ് ഈ കൈകൊണ്ടാണ് 100 പുത്രന്മാരെ തല്ലിക്കൊന്നത്. ആ പുത്രന്മാരുടെ അച്ഛനാണ് പറയുന്നത്, എന്താ സ്വാദ് ഭീമ, ഭീമാപവർജിതം പിണ്ടം, പിണ്ടം എന്നാണ്. ഭീമൻ ഓരോ തവണ കൊടുക്കുമ്പോഴേ ഇതൊക്കെ വിതുരരുടെ ഒരു ആക്ഷേപമാണ്. വിതുരര് അങ്ങനെ കൊടുത്തു എന്നല്ല പറയുന്നത്. പക്ഷെ ഇദ്ദേഹത്തിന് വിരക്തി വരാൻ വേണ്ടി തീവ്രമായിട്ട് പറയാണ്. ഒരു ദിവസം സമീപിച്ചുകൊണ്ട്, ജ്യേഷ്ഠ അങ്ങക്ക് നാണം ഇല്ലേ? അമേരിക്കയും ഇതായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞ വാക്ക് പറഞ്ഞാൽ ഞാൻ ഉദ്യോഗമൊന്നും അറിയില്ല. ശ്വാക്കളെ പോലെ എന്നൊക്കെയാണ്. ഇനി അവരെ നമ്മൾ ചെയ്തു എന്ന് പറയരുത്, അപമാനിച്ചു എന്ന് പറയരുത്. ഇത് പറയുന്നത് പറഞ്ഞു നോക്ക്. ഇങ്ങനെ താമസിക്കാൻ എനിക്ക് നാണമില്ലേ? അറിയാം, ഭീമാപവർജിതം പിണ്ടം. ഞാനിങ്ങനെ കാണുന്നുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഭീമൻ ഓരോ ഉരുള അങ്ങക്കിങ്ങനെ ഉരുട്ടി തരുമ്പോഴും ഭീമൻ മനസ്സിൽ വിചാരിക്കണം, ഇത് ദുര്യോധനന്റെ പിണ്ടം കഴിച്ചോ, ഇത് ദുശാസനന്റെ പിണ്ടം. ഇങ്ങനെ 100 ആളുണ്ടല്ലോ. ആ കുട്ടികളുടെ മക്കളുടെ പിണ്ടം ഇങ്ങനെ കഴിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇതൊക്കെ നിർത്തി പോകേണ്ട സമയമായി. പ്രായം കുറെ ആയില്ലേ. കാലം ആർക്കും വേണ്ടി കാത്തു നിൽക്കില്ല. കുറച്ചൊക്കെ ഈ ലോക കാര്യങ്ങളൊക്കെ അനുഭവിച്ചു കഴിഞ്ഞാൽ നിർത്തണം. ഇതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് കുറച്ച് കഴിഞ്ഞാൽ മനസ്സിലാവൂലോ. അതുകൊണ്ട് നിർത്തണം. എന്നിട്ടോ ക്ഷേമത്തിനുള്ള വഴി, ശ്രേയസ്സിനുള്ള വഴി അന്വേഷിക്കണം. ഇതാണ് വേണ്ടത്. ഇനിയൊന്നും കാത്തു നിൽക്കണ്ട, ആരെയും കാത്തു നിൽക്കണ്ട, എൻ്റെ ഒപ്പം വരൂ എന്ന് പറയും. ആ അദ്ദേഹത്തിന്റെ വാക്കുകൾ കേട്ടപ്പോൾ തീവ്ര വൈരാഗ്യം വന്നു. അങ്ങനെ ധൃതരാഷ്ട്രയും ഗാന്ധാരിയും ആരോടും യാത്ര പോലും പറയാതെ ഇറങ്ങിപ്പോവുകയാണ്. പിന്നീടാണ് പിറ്റേ ദിവസം രാവിലെ വന്ദിക്കാൻ വേണ്ടി ചെന്നപ്പോഴാണ് പാണ്ഡവര് ഈ വല്യച്ഛനും വല്യമ്മയും അവിടെ ഇല്ല എന്ന് തിരിച്ചറിയണം. പറഞ്ഞു, അന്വേഷിക്കണ്ട, വിതുരനാണ് കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നത്, സൽഗതി വരും. പിന്നെ നിങ്ങള് മറ്റുള്ളവരെ കുറിച്ച് ഈ ദുഃഖിക്കാനൊക്കെ എന്താ അവകാശം നിങ്ങൾക്ക്? കാലം നിങ്ങളുടെ പിന്നാലെയും വരും. ഈ മറ്റുള്ളവര് അനുശോചിക്കുക. നിങ്ങൾ തന്നെ സർപ്പത്തിന്റെ വായിലകപ്പെട്ട തവളയെ പോലെയാണ്. കാലത്തിന്റെ വായിലകപ്പെട്ടവരാണ് എല്ലാവരും. നിങ്ങൾക്കുണ്ടോ അവരെ രക്ഷിക്കാൻ? നിങ്ങളാണ് രക്ഷിക്കാൻ? ഒരാൾക്കും വേറൊരാളെ രക്ഷിക്കാൻ പറ്റില്ല. നിങ്ങൾ നിങ്ങളുടെ ക്ഷേമം നോക്കിക്കോളൂ. കാലം നിങ്ങൾക്ക് പിന്നാലെയും വരുന്നുണ്ടെന്ന് മനസ്സിലാക്കിക്കോളൂ. അതുകൊണ്ട് വല്യച്ഛനും വല്യമ്മയൊന്നും അന്വേഷിക്കേണ്ട, അവരൊക്കെ സൽഗതി അടയും. കാരണം കൊണ്ടുപോയിരിക്കുന്നത് വിതുരനാണ് എന്ന് പറയും. അതേപോലെ തന്നെ ആ ധൃതരാഷ്ട്രരും ഗാന്ധാരിയും
മുക്തിയെ പ്രാപിച്ചു, സൽഗതി പ്രാപിച്ചു എന്ന് പറയാം. ഒരിക്കൽ അർജുനൻ ദ്വാരകയിൽ പോയി താമസിക്കും കുറെ കാലം. അപ്പൊ കുറെ കഴിഞ്ഞിട്ടും അർജുനനെ കാണാനില്ല. വലിയ ദുർനിമിത്തങ്ങളൊക്കെ കാണാനുമുണ്ട്. ചോര, മഴ തുടങ്ങി ഈ കുറുക്കന്മാരൊക്കെ ഇങ്ങനെ നിർത്താതെ ഓരിയിടുക, ഇത് കുറേ ദുർനിമിത്തങ്ങൾ കണ്ടപ്പോ യുധിഷ്ഠിരന് ഒരു ഭയം. ഭീമനോടിങ്ങനെ സംസാരിക്കുകയാണ്, എന്താ ഇവിടെ ഇപ്പോൾ കാലമൊക്കെ മാറി, എന്തോ ആപത്തൊക്കെ വരാൻ പോകുന്നുണ്ട് നിശ്ചയം. ഇങ്ങനെയൊക്കെ ഇങ്ങനെ സംസാരിച്ചു. അർജുനൻ വന്നിട്ടുമില്ല, അർജുനന് എന്തെങ്കിലും പറ്റിയോ എന്നൊക്കെയാണ്. അപ്പോഴാണ് അർജുനന്റെ വരവ്. അർജുനൻ വളരെ ക്ഷീണിതനാണ്. എന്താ പറ്റിയ അർജുന എന്ന് ചോദിച്ചപ്പോൾ വഞ്ചിതോഹം മഹാരാജ എന്ന് തുടങ്ങി അർജുനൻ വിലപിക്കാൻ തുടങ്ങി. നമ്മൾ വഞ്ചിക്കപ്പെട്ടിരിക്കുന്നു. ആരാ വഞ്ചിച്ചത്? ഭഗവാന്റെ മായ, കൃഷ്ണന്റെ മായ. നമുക്ക് കൃഷ്ണനെ മനസ്സിലായില്ല ആരാന്ന്. നമ്മുടെ കൂടെ കൂട്ടുകാരനായിട്ടും നമ്മുടെ ബന്ധുവായിട്ടും ഒക്കെ അഭിനയിച്ചു. നമ്മൾ അവനെ കൊണ്ട്, ആ കൃഷ്ണനെ കൊണ്ട് എന്തൊക്കെ ചെയ്യിച്ചു? നമ്മുടെ ദൂതനാക്കി, തേര് തെളിക്കാൻ നമ്മൾ നിയമിച്ചു. പക്ഷെ ആ കൃഷ്ണൻ സാക്ഷാൽ ഭഗവാനാണെന്ന് അറിഞ്ഞില്ല എന്ന് പറയാൻ വയ്യ. പക്ഷെ നമുക്ക് അത് വേണ്ട രീതിയിൽ ഉൾക്കൊള്ളാൻ സാധിച്ചില്ല. അതിന്റെ ഫലമായിട്ട് നമ്മൾ വഞ്ചിക്കപ്പെടുകയാണ് ഉണ്ടായത്. കൃഷ്ണന്റെ മായ, ഭഗവാന്റെ മായ അതാണ്. ഒപ്പം നടന്നിട്ടും നമുക്ക് മനസ്സിലായില്ല. ആ ഭഗവാൻ നമ്മളെ വിട്ടു പോയിരിക്കുന്നു. നഷ്ടപ്പെടുമ്പോഴാണല്ലോ എല്ലാത്തിൻ്റെയും വില തിരിച്ചറിയാം. ആ ഭഗവാൻ പോയപ്പോൾ എൻ്റെ ശക്തി മുഴുവൻ പോയി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ദ്വാരക സമുദ്രത്തിൽ മുങ്ങി. മഹർഷി ശാപം ഫലിച്ചിരിക്കുന്നു. എല്ലാവരും തമ്മിത്തല്ലി മരിച്ചിരിക്കുന്നു യാദവര്. അവശേഷിച്ച സ്ത്രീകളെയും മറ്റും കൊണ്ടുവരാൻ വേണ്ടി ഞാൻ ശ്രമിച്ചു. പക്ഷേ വില്ലാളി വീരനായ എൻ്റെ മുമ്പിൽ നിന്ന് കുറെ കൊള്ളക്കാര്, സാധാരണ ചില കൊള്ളക്കാരൊക്കെ അവരെ തട്ടിക്കൊണ്ടുപോയി. എനിക്കൊന്നും ചെയ്യാൻ സാധിച്ചില്ല. അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത് എൻ്റെ ബലം കൃഷ്ണനായിരുന്നു എന്ന്. ഇങ്ങനെ ഓരോന്ന് പറഞ്ഞിങ്ങനെ വിലപിക്കാൻ തുടങ്ങി. പാണ്ഡവർക്കും നിശ്ചയമായി കൃഷ്ണൻ പോയ ഈ ലോകത്ത് ഇനി തങ്ങൾക്ക് എന്താ ചെയ്യാനുള്ളത്? തങ്ങൾക്കും യാത്രയാവാനുള്ള സമയമായി. അങ്ങനെ അവരും പരീക്ഷത്തിനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് വടക്കോട്ട് സഞ്ചരിച്ചു, മഹാപ്രസ്ഥാനം ചെയ്തു എന്നാണ്. പാഞ്ചാലിയും ഭഗവാനെ തന്നെ മനസ്സിൽ ഉറപ്പിച്ച് യോഗാഗ്നിയിൽ തന്റെ ദേഹവും നശിപ്പിച്ചു. കുന്തിദേവിയും അതുപോലെ തന്നെ മുക്തയായിട്ട് തീർന്നു. പരീക്ഷത്തിന്റെ രാജ്യഭാരം, അതിഗംഭീരമായിട്ടുള്ള ചക്രവർത്തിയായിരുന്നു പരീക്ഷത്ത്. അദ്ദേഹം ലോകം മുഴുവൻ തന്റെ കാൽക്കീഴിലാക്കി. ദിഗ്വിജയം ചെയ്തുകൊണ്ട് അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹം കുരുക്ഷേത്രത്തിൽ വെച്ച് ഒരു ദൃശ്യം കണ്ടു. ഒരു പശുവും കാളയും തമ്മിലുള്ള സംഭാഷണം. ആ സംഭാഷണത്തിൽ നിന്ന് മനസ്സിലായി ഇത് ധർമ്മദേവനും ഭൂമിദേവിയുമാണ് എന്ന്. മറ്റൊരു സ്ഥലത്ത് വെച്ച് ഈ പശുവിനെയും കാളയെയും അദ്ദേഹം വീണ്ടും ദർശിച്ചു. അവിടെ അവരെ ഉപദ്രവിച്ചുകൊണ്ട് ഒരു ശൂദ്രപുരുഷൻ, രാജവേഷം കെട്ടിയ ഒരു ശൂദ്രൻ നിൽക്കുന്നു. കലിപുരുഷനാണ് എന്ന് രാജാവ് തിരിച്ചറിഞ്ഞു. എന്റെ രാജ്യത്ത് ഒരു ജീവി പോലും ദുഃഖിക്കാൻ ഇടവരരുത്. അവരെ ഉപദ്രവിക്കുന്ന നിന്നെ ഞാൻ കൊല്ലും എന്നായി പരീക്ഷിത്ത്. ആ കലിപുരുഷൻ കാൽക്കൽ വീണു. ഞാനും അങ്ങയുടെ പ്രജകളിൽ ഒന്നല്ലേ? എനിക്കും ഇവിടെ ജീവിക്കാനുള്ള അവകാശമില്ലേ? അങ്ങയുടേതല്ലാത്തൊരു പ്രദേശവും ഈ ഭൂമിയിലില്ല. അപ്പൊ ഞാൻ എങ്ങോട്ട് പോകും? അതുകൊണ്ട് അങ്ങ് എനിക്ക് അഭയം നൽകണം. ബുദ്ധിമാനായിട്ടുള്ള പരീക്ഷത്ത് സാരവൽ സാരനീരസം എന്നാണ്. അദ്ദേഹം ഈ കലിക്ക് എത്ര ദോഷങ്ങളുണ്ടെങ്കിലും മഹത്തായിട്ടുള്ള ഗുണമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞ്, എന്താ ഗുണം? കീർത്തനാദേവ കൃഷ്ണസ്യ, ഭഗവാന്റെ നാമം ജപിച്ചാൽ മതി, മുക്തി സിദ്ധിക്കും, ഭക്തി സിദ്ധിക്കും.
ഇത് മറ്റൊരു യുഗത്തിലുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു മഹത്തായിട്ടുള്ള ഗുണമുണ്ട് എന്നതുകൊണ്ട് ആ കലിക്ക് 5 ഇടങ്ങളിൽ അഭയം നൽകി. കലി സന്തോഷിച്ചു. പിന്നീട് ഒരിക്കൽ പരീക്ഷിത്ത് നായാട്ടിനായിട്ട് പോയി. സൈന്യത്തിൽ നിന്ന് മാറി അദ്ദേഹം ഒറ്റപ്പെട്ടു കാട്ടിൽ. അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിന് ദാഹവും വിശപ്പും ഉണ്ടായി. അടുത്ത് കണ്ട ശമീക മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് കയറി. ശമീകൻ ധ്യാനനിരതനായിരുന്നു. പരീക്ഷിത്ത് വന്നതോ അദ്ദേഹം ചോദിച്ചതോ വിളിച്ചതോ ഒന്നും കേട്ടില്ല. രാജാവിന് അന്നേരത്തെ ദാഹം കൊണ്ടും വിശപ്പ് കൊണ്ടും അല്പം ശുദ്ധി വന്നു. തന്നെ കണ്ടിട്ടും കണ്ടില്ല എന്നടിച്ചിരിക്കുകയാണ്, കണ്ണടച്ചിരിക്കുകയാണ് എന്ന് വിചാരിച്ച് അദ്ദേഹം ആ കോപം കൊണ്ട് എന്തോ ചെയ്തു, ഒരു അബദ്ധം ചെയ്തു. അവിടെ കണ്ട ചത്തു കിടക്കുന്ന ഒരു പാമ്പിനെ വില്ലിന്റെ തലപ്പ് കൊണ്ട് എടുത്ത് ആ മഹർഷിയുടെ കഴുത്തിലിട്ട് പോന്നു. ഇത് മറ്റാരൊക്കെയോ പറഞ്ഞറിഞ്ഞ കുട്ടിയായിട്ടുള്ള 4-5 വയസ്സ് പ്രായമായിട്ടുള്ള മഹർഷിയുടെ പുത്രൻ ശൃംഗി ശപിച്ചു. ക്ഷത്രിയന്മാര് ബ്രാഹ്മണരുടെ വേലക്കാരാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം. അതുകൊണ്ട് ഇവനെ നിലനിർത്തി നിർത്താൻ എനിക്കറിയാം. ശപിച്ചു. തക്ഷകൻ കടിച്ച് മരിക്കട്ടെ 7-ാം ദിവസം എന്നാണ് ശാപം. രാജാവാണെങ്കിൽ കൊട്ടാരത്തിൽ ചെന്നപ്പോഴേക്കും അദ്ദേഹത്തിന് താൻ ചെയ്ത അബദ്ധത്തിന്റെ കാഠിന്യം മനസ്സിലായി. ശാപം കിട്ടുന്നതിന് മുമ്പേ അദ്ദേഹം ഇതിനുള്ള തക്ക ഫലം തനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചിരിക്കുകയാണ്. മഹർഷിയുടെ ദൂതൻ ശാപവൃത്താന്തം അറിയിച്ചപ്പോൾ അദ്ദേഹത്തിന് ദുഃഖമല്ല ഉണ്ടായത്. കാരണം എന്താ? നല്ല ജ്ഞാനിയാണ്, ഭക്തനാണ് അദ്ദേഹം സ്വതവേ തന്നെ. അദ്ദേഹം നേരത്തെ തന്നെ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. എന്ത്? കൃഷ്ണാംഘ്രി സേവാം അധിമന്യമാന. സിംഹാസനമൊന്നുമല്ല, രാജഭരണമൊന്നുമല്ല ഏറ്റവും കേമായിട്ടുള്ളത്. പിന്നെന്താ? കൃഷ്ണാംഘ്രി സേവാം അധിമന്യമാന. കൃഷ്ണാംഘ്രി സേവയാണ്. ഭഗവാന്റെ തൃപ്പാദങ്ങളെ പൂജിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പരീക്ഷിത്ത് നേരത്തെ നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അറിയാം അദ്ദേഹത്തിന്. അതിനുള്ള അവസരം വന്നു. ഈ ശാപം അദ്ദേഹം ഏറ്റവും നിറഞ്ഞ മനസ്സോടെ സ്വീകരിച്ചു. അങ്ങനെയാണ് അദ്ദേഹം തന്റെ പുത്രന്മാർ ജനമേജയനെ രാജ്യഭാരം ഏൽപ്പിച്ച് എല്ലാം ഉപേക്ഷിച്ച് ഗംഗാതീരത്ത് വന്നിരിക്കുകയാണ്. ഇനി മരണം വരെ താൻ വെള്ളം പോലും കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല എന്ന് നിശ്ചയിച്ചുകൊണ്ടും പ്രായോപവേശ വ്രതം. അപ്പോഴേക്കും അവിടെ ധാരാളം സജ്ജനങ്ങൾ വന്നു ചേർന്നു, മഹർഷിമാർ വന്നു ചേർന്നു. അവരോടൊക്കെ പരീക്ഷിത്ത് തനിക്ക് ഉപദേശം നൽകാനായിട്ട് ആവശ്യപ്പെട്ടു. പക്ഷെ അവര് ഒന്നും മിണ്ടിയില്ല. ശ്രീശുക ബ്രഹ്മർഷി അപ്പോഴാണ് അവിടെ ആവിർഭവിച്ചത്. അതിസുന്ദരനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി. സ്ത്രീകളും കുറെ ബാലന്മാരും ഒക്കെ ആ ശ്രീശുക ബ്രഹ്മർഷിയെ ഇങ്ങനെ അനുഗമിക്കുന്നുണ്ട് എന്നാണ്. സാധാരണക്കാർക്ക് കാണാൻ പറ്റാത്ത ആളാണ്, യോഗിയാണ് ശ്രീശുക ബ്രഹ്മർഷി. അങ്ങനെയുള്ള ആ ശ്രീശുകൻ ആവിർഭവിച്ചപ്പോൾ എല്ലാവർക്കും വലിയ സന്തോഷമായി. അവരൊക്കെ അദ്ദേഹത്തെ ഉചിതമായിട്ട് സ്വീകരിച്ചു. പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തെ കാല് കഴുകി സ്വീകരിച്ച് അദ്ദേഹത്തിന് ആസനം നൽകി പൂജിച്ചു. അദ്ദേഹത്തിനോട് ചോദിച്ചു, മർത്യന്റെ ധർമ്മം എന്ത് എന്നാണ്. മരിക്കാൻ പോകുന്നവന്റെ ധർമ്മം എന്ത്? അയാൾ ആരെ ഉപാസിക്കണം, ആരെ സ്മരിക്കണം, എന്ത് കീർത്തിക്കണം, എന്ത് കേൾക്കണം, ഇതിന്റെ വിപരീതവും പറഞ്ഞു തരണം. കാരണം വിപരീതവും അറിയണം ചെയ്യാതിരിക്കണമെങ്കിൽ. അതാണ് കർമ്മ അകർമ്മ വികർമ്മേതി എന്നൊക്കെ ഭഗവാൻ
ഈ കർമ്മം മാത്രം അറിഞ്ഞാൽ പോരാ, വികർമ്മത്തെ കുറിച്ച് അറിയണം. എന്നാലേ നമുക്ക് നിവർത്തിക്കാൻ, ചെയ്യരുതാത്തതാണ് തിരിച്ചറിയാം. ഈ സമൂഹത്തില് പലതും ഉണ്ടാവും. അപ്പൊ ഇത് വിപരീതവും പറഞ്ഞു തരണം എന്ന് പറയണം. അങ്ങനെയാണ് ഒന്നാമത്തെ സ്കന്ധം സമർപ്പിക്കുന്നത്. ഇനി 10-15 മിനിറ്റാണ്. 2ഉം 3ഉം സ്കന്ധങ്ങളിൽ നമ്മൾ അറിയണം. മഹത്തായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ചതുശ്ലോകി ഭാഗവതം എന്നത് 2ാമത്തെ സ്കന്ധത്തിലാണ്. അപ്പോ ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു, സാധാരണ ശ്രദ്ധയില്ലാത്തവർക്ക്, തത്വത്തിൽ ശ്രദ്ധയില്ലാത്തവർക്ക് ഇവിടെ കാണാനും കേൾക്കാനും അനുഭവിക്കാനും ധാരാളം സംഗതികളാണ് ലോകത്തുള്ളത്. ആയിരക്കണക്കിന്, നണാം സന്ധി സഹസ്രശ ആണ്, ആയിരക്കണക്കിനാണ്. എന്നാൽ തത്വത്തിൽ ശ്രദ്ധയുള്ളവന്, തത്വം അറിയണം എന്ന് നിശ്ചയിച്ചവന് ഇവിടെ ഒറ്റ കാര്യം ചെയ്യാനുള്ളൂ. അതെന്താ? ഭഗവാനെ കുറിച്ച് കേൾക്കുക, ഭഗവാനെ കുറിച്ച് സ്മരിക്കുക, ഭഗവാനെ സ്മരിക്കുക, ഭഗവാന്റെ കീർത്തനം ചെയ്യുക. തത്വത്തിൽ ശ്രദ്ധയുള്ളവർക്ക് ഒറ്റ കാര്യമേ ഉള്ളൂ. അതല്ലാത്തവർക്ക് ആയിരക്കണക്കിന് കാര്യങ്ങളാണ് ഇവിടെയുള്ളത്. ആളുകള് തത്വത്തിൽ ശ്രദ്ധയുമില്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഓടി നടക്കുകയാണ്. അവർക്ക് സമാധാനമില്ല. എന്നാൽ ഈ ശ്രദ്ധയുള്ളവനോ, ഭഗവാനെ പരിപൂർണമായിട്ട് ആശ്രയിക്കുന്നവന് നല്ല സമാധാനം. ഇതാണ് ജനിച്ചാൽ ഒരാൾ ചെയ്യേണ്ട പരമമായിട്ടുള്ള ധർമ്മം. പരീക്ഷിത്തെ, ഇതൊന്നും അത്ര ബുദ്ധിമുട്ടാണ് എന്ന് വിചാരിക്കേണ്ട. പണ്ട് ഖട്വാങ്കൻ എന്നു പേരായിട്ടുള്ള ഒരു രാജാവുണ്ടായിരുന്നു, സൂര്യവംശ രാജാവ്. അദ്ദേഹം ദേവന്മാർക്ക് വേണ്ടി യുദ്ധം ചെയ്തു അസുരന്മാരോട്. അങ്ങനെ ദേവന്മാർക്ക് വിജയം സമ്മാനിച്ചു. അപ്പൊ ദേവന്മാരെ ഇന്ദ്രൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, അങ്ങക്ക് എന്താ വരം വേണ്ടത്? അന്ന് ഖട്വാങ്കൻ ചോദിച്ച വരം, എന്റെ ആയുസ് എത്രയുണ്ട് എന്നറിയണം എന്നാണ്. അപ്പൊ അവര് പറഞ്ഞു, 2 മുഹൂർത്തേ ഉള്ളൂ, കുറച്ച് മണിക്കൂർ. പക്ഷെ ഖട്വാങ്കൻ ഒട്ടും ദുഃഖമല്ലാതെ തോന്നിയത്. അദ്ദേഹം എന്ത് ചെയ്തു? 2 മുഹൂർത്തം മതി. അദ്ദേഹം എല്ലാം മനസ്സുകൊണ്ട് തിരിച്ച് ഒറ്റ ഇരിപ്പ് ഭഗവത് സ്മരണയോടുകൂടി 2 മുഹൂർത്തം കൊണ്ട് അദ്ദേഹം മുക്തി പ്രാപിച്ചു എന്നാണ്. അതുവരെ ലൗകികനായിട്ട് പല കാര്യങ്ങളും ചെയ്ത് നോക്കിയായിരുന്നു. എന്താ കാരണം? നേരത്തെ അദ്ദേഹത്തിന് ജ്ഞാനം ഉറച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ആ 2 മുഹൂർത്തം കൊണ്ട് അദ്ദേഹം ഇരുന്ന് സിദ്ധി നേടി എന്നാണ്. അതുകൊണ്ട് പരീക്ഷത്തെ, അങ്ങും ആ ഖട്വാങ്കനെ പോലെ തന്നെ ജ്ഞാനിയാണ് അദ്ദേഹം. അങ്ങ് ഒട്ടും ജ്ഞാനത്തിന് കുറവുള്ള ആളല്ല, ഭക്തനുമാണ് അങ്ങ്. അങ്ങനെയുള്ള അങ്ങക്ക് 7 ദിവസം ഉണ്ട് എന്നുള്ളതാണ്. 2 നിലയ്ക്കും വിചാരിക്കാം. എനിക്ക് 7 ദിവസമേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ദുഃഖിക്കാം, എനിക്ക് 7 ദിവസം ഉണ്ട് എന്ന് വിചാരിച്ചാൽ സുഖിക്കാം. ആർക്കാ ഇവിടെ ഉള്ളത് അങ്ങനെ ഒരു ഗ്യാരണ്ടി? നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? പരീക്ഷത്തിൽ 7ാം ദിവസമേ 7ാം ദിവസം തക്ഷകം കടിച്ചു മരിക്കുന്നു എന്ന് മഹർഷി പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മഹർഷി പുത്രൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമാവും. അത് സത്യമാവുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? 7 ദിവസം അദ്ദേഹം ജീവിക്കുന്നുള്ള കാര്യം ഉറപ്പാണെന്നർത്ഥം. അങ്ങനെ ഉറപ്പ് ആർക്കില്ല. ഏത് വിഷയത്തെയും ഇങ്ങനെ 2 രീതിയിലും ആലോചിക്കാം. ഇത്രയേ ഉള്ളൂ എന്ന് വിചാരിച്ചാൽ ദുഃഖിക്കാം, ഇത്രയുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ സുഖിക്കാം ആണ്. ശ്രീശുക ബ്രഹ്മർഷി പറഞ്ഞു, അങ്ങക്ക് 7 ദിവസം ധാരാളമാണ്. ഞാൻ അങ്ങക്ക് ഭാഗവതം പറഞ്ഞു തരാം. തീർച്ചയായിട്ടും അങ്ങക്ക് ആ ഭഗവാൻ ഉള്ളിൽ അങ്ങനെ ഉറച്ചു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ തക്ഷകനല്ല, ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നമില്ല. അങ്ങ് ശരീരമല്ല എന്ന ബോധം ഉറച്ചു കഴിഞ്ഞാൽ, അങ്ങ് ആത്മാവാണ്, ശരീരമല്ല എന്ന് തീർച്ചയായി കഴിഞ്ഞാൽ പിന്നെന്താ അവിടെ പേടിക്കാനുള്ളത്? ശരീരത്തിന് എന്ത് സംഭവിച്ചെന്താ? അപ്പൊ അതിനെന്താ മാർഗം? അതിന് ആദ്യമായിട്ട് ചെയ്യേണ്ടത് കാണുന്നതൊക്കെ ഈശ്വരനാണ് എന്നങ്ങ് നിശ്ചയിക്കുക. നമുക്ക് ആദ്യം ബുദ്ധിമുട്ടാണ്. നമുക്കൊന്നും അങ്ങനെ ഈ പറയണത് പോലെ കസേര കണ്ടാൽ ഈശ്വരനാണ്. നമ്മളൊരു ശത്രുവിനെ കണ്ടു, കാണുന്നെടുത്താൽ കണ്ടു, അത് ഈശ്വരനാണെന്ന്. വേറെ എന്ത് വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞു, ഇവൻ ഈശ്വരനാണ്.
പക്ഷെ അതാണ് സത്യം. ഈശ്വരനല്ലാണ്ട് ഇവിടെ വേറെ ഒന്നുമില്ല. അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്, എന്നാലും വേണ്ടില്ല. നമ്മൾ ഇങ്ങനെയാണല്ലോ ഈ മഹാത്മാക്കളും ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്, ശരിയായിരിക്കും എന്ന് വിചാരിച്ചിട്ടെങ്കിലും അങ്ങനെ ഭാവന ചെയ്യാം. ശങ്കരാചാര്യരൊക്കെ പറയണത് ഈ ആവശ്യമില്ലാത്തതൊക്കെ ഭാവന ചെയ്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഒരു കാര്യമില്ലാത്ത ദുഃഖം, വെറുതെ ദുഃഖിക്കുക, ഇങ്ങനെ ചിന്തിച്ച് ദുഃഖിക്കുക. ഒന്നുമില്ല, യഥാർത്ഥത്തിൽ ഇയാൾക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഇയാൾ ഇവിടെ ഇങ്ങനെ ഇരുന്ന് ചിന്തിക്കുക, അല്ലെങ്കിലും അങ്ങനെ ആയില്ലോ, ഇനി നാളെ മറ്റോണാവോ, വെറുതെ. എത്ര ആൾക്കാരാ വെറുതെ ഇരുന്ന് ചിന്തിച്ച് ദുഃഖിക്കുക. അപ്പൊ നിങ്ങൾ ഭാവന ചെയ്ത് എന്തൊക്കെ അനുഭവിക്കുന്നു? സത്യം തൽക്കാലം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ലെങ്കിലും ഭാവന ചെയ്ത്, ഇത് നാലാള് പറയുന്നത്, മഹാത്മാക്കൾ പറയണത്, ശാസ്ത്രം പറയണത് ഇതാണ് എന്ന് വിചാരിച്ച് ഒരു ഭാവന ചെയ്തിട്ടെങ്കിലും ഈ സത്യത്തെ അനുഭവിക്കൂ എന്നാണ്. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എങ്ങനെ ഭാവിക്കണം? അതാണ് വിരാട് രൂപത്തെ ധ്യാനം ചെയ്യണം. കാണുന്നതിനൊക്കെ ഭഗവാന്റെ ശരീരമായിട്ട്, ശരീരത്തിലെ ഓരോരോ അവയവമായിട്ട് കരുതണം എന്നാണ്. അതിങ്ങനെ 14 ലോകങ്ങളാണ് ഈ പ്രപഞ്ചത്തിലെ, ഈ ബ്രഹ്മാണ്ടത്തിലെ, ഒരു ബ്രഹ്മാണ്ടത്തിലുള്ളത് എന്നാണ്. അപ്പൊ പാതാളം ഭഗവാന്റെ പാദത്തിന്റെ കീഴ്ഭാഗമാണ് എന്ന് കരുതണം. പിന്നെ അങ്ങനെ ഓരോരോ ഭാഗങ്ങൾ. ഭൂമിക്ക് താഴെ 7 ലോകങ്ങളുണ്ട്. അതൊക്കെ ഈ കാലിന്റെ തൊട മുതൽ അങ്ങനെയുള്ള ഭാഗങ്ങളായിട്ട്. ഭൂമി ഭഗവാന്റെ അരക്കെട്ട്. പിന്നെ അന്തരീക്ഷ ലോകം, സ്വർഗലോകം, ഇങ്ങനെ തുടങ്ങി മുകളിലേക്കുള്ള മഹർലോകം, ജനലോകം, തപോലോകം, സത്യലോകം. സത്യലോകം ഭഗവാന്റെ ശിരസ്. ഇങ്ങനെ ഭാവന ചെയ്യണം. പിന്നെ ഭൂമിയിലുള്ള നദികള്, സമുദ്രങ്ങള്, ഇതൊക്കെ ഭഗവാന്റെ നാഡികളാണ്, ഞരമ്പുകളാണ്. പർവ്വതങ്ങള്, കുന്നുകള്, ഇതൊക്കെ ഭഗവാന്റെ എല്ലുകളാണ്. വൃക്ഷങ്ങൾ കാണുന്നു, ഭഗവാന്റെ രോമങ്ങളാണ് എന്ന് ഭാവന ചെയ്യുക. ഇങ്ങനെ വിസ്തരിച്ചിങ്ങനെ പറയുന്നുണ്ട്. ഇതാണ് ഭഗവാന്റെ വിരാട് രൂപ വർണ്ണന. 4 വേദങ്ങളിലുള്ള പുരുഷ സൂക്തം ഇതാണ്. എന്താ ആ പുരുഷ സൂക്തത്തിലും പറയുന്നത്? എന്താ? പുരുഷ ഏവേദം സർവം. എല്ലാം, മുമ്പുണ്ടായതും ഇപ്പുള്ളതും നാളെ ഉണ്ടാവാൻ പോകുന്നതും ഒക്കെ ഭഗവാനാണ്. ഇത് ഉറപ്പിക്കുക. എപ്പോഴും ഇതിങ്ങനെ ഓർക്കുക. എന്ത് കണ്ടാലും ഭഗവാനെ ഓർക്കുക. കുറച്ച് കഴിഞ്ഞാൽ നല്ല സുഖാവും. അപ്പൊ ഇതിങ്ങനെ ഓർച്ചാൽ, അങ്ങനെയുള്ള ഒരു യോഗിക്ക് ഒന്നിനോ സദ്യോ മുക്തി. ഇപ്പൊ മുക്തി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്ക് ഇത് ഉറച്ചു കഴിഞ്ഞാൽ എപ്പോ വേണമെങ്കിൽ മുക്തി അയാളുടെ കയ്യിലാണ്. പിന്നെ അയാൾക്ക് ഇപ്പൊ മുക്തി വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ സദ്യോ മുക്തി നേടാം. അതല്ല, അയാൾക്ക് കുറച്ച് ആഗ്രഹങ്ങളുണ്ട്. ഇപ്പൊ ഭൂമിയിലാണ്, മറ്റുള്ള ലോകത്ത് എന്തൊക്കെയാണെന്ന് എനിക്ക് അറിയണം എന്നാണ് വെച്ചാൽ അതൊക്കെ തരാവുന്നതാണ്. അയാൾക്ക് പടിപടിയായിട്ട് ക്രമമുക്തി നേടാം. അങ്ങനെയുള്ള യോഗികളൊക്കെ ഉണ്ട്. അവര് കുറെ ഈ പ്രളയകാലത്ത് അവര് ബ്രഹ്മലോകത്ത് പോയി താമസിക്കും എന്നാണ്, സത്യലോകത്ത്. അങ്ങനെ പ്രളയം കഴിഞ്ഞാൽ അടുത്ത സൃഷ്ടി ആരംഭിക്കുമ്പോൾ, ബ്രഹ്മാവിന്റെ അടുത്ത സൃഷ്ടി ആരംഭിക്കും, അവർ വീണ്ടും തിരിച്ച് വേറെ ലോകങ്ങളിൽ വരും. ഇങ്ങനെയൊക്കെ കുറെ യോഗികൾ അങ്ങനെയൊക്കെ പറ്റുന്നതാണ്. ഇതിനെ ക്രമമുക്തി എന്ന് പറയും. ഇതൊക്കെ പറഞ്ഞു കൊടുത്തു. പിന്നെ ഇവിടെ ലൗകികമായിട്ടുള്ള ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ അത് സാധിക്കാൻ ഓരോരോ ദേവന്മാരെയൊക്കെ ആരാധിക്കാം എന്നൊക്കെ പറഞ്ഞു. ഇതൊന്നും വേണ്ട, എനിക്ക് ഭഗവാനെ കുറിച്ചാണ് കേൾക്കേണ്ടത് എന്ന് പരീക്ഷിത്ത്. അപ്പോഴാണ് ശുഗൻ, ഭഗവാനെ കുറിച്ചൊന്നും ആർക്കും പറഞ്ഞു കൊടുക്കാൻ സാധിക്കില്ല. വേദങ്ങൾ പോലും ഭഗവാനെ കുറിച്ച് എങ്ങനെയാ പറയണത്? ഭഗവാനെ കുറിച്ച് ഇതാണ് ഭഗവാൻ എന്ന് പറയാൻ പറ്റില്ല. ഏതല്ല എന്നേ പറയാൻ പറ്റൂ. ഇതല്ല 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 എന്ന് പറഞ്ഞ് ഗജേന്ദ്രൻ പറയുന്ന പോലെ നിഷേധശേഷോ ജയതാദശേഷ എന്നാണ്. നിഷേധിച്ച് 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 നിഷേധിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. ഉദാഹരണത്തിന് നമുക്ക് തന്നെ ആലോചിക്കാം. നമുക്ക് നിഷേധിക്കാം ഓരോന്നിനെ. ഞാൻ ഇതല്ല ഇതല്ല ഇതല്ല. എനിക്ക് എന്നെ നിഷേധിക്കാൻ പറ്റും? അങ്ങനെ പറ്റില്ല. അങ്ങനെ പറ്റില്ലല്ലോ. അതാണ് നിഷേധശേഷോ ജയതാദശേഷ. അങ്ങനെ നിഷേധിക്കാൻ പറ്റാത്ത വസ്തു ഏതോ അതാണ് ഈശ്വരൻ, ഭഗവാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഭഗവാനെ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ ഒന്നും നമുക്ക്
ഭാവന ചെയ്യാനും പറഞ്ഞു കൊടുക്കാനോ ഒന്നും സാധിക്കില്ല. പിന്നെ അതിനെ സൂചിപ്പിക്കാം പരോക്ഷമായിട്ട്. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ അതിന് സാധിക്കുള്ളൂ എന്ന നിലയ്ക്ക് ഭഗവാനെ പ്രാർത്ഥിക്കുക. അതാണ് സുഖസാരസ്വതം എന്ന് 2-ാമത്തെ സ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായം. പിന്നീട് പരീക്ഷത്തിന്റെ ചോദ്യം ഭഗവാന്റെ ലീലകളെ കുറിച്ചാണല്ലോ. പണ്ട് നാരദ മഹർഷി ബ്രഹ്മാവിനോട് ഈ ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അന്ന് ബ്രഹ്മാവ് ഭഗവാന്റെ സൃഷ്ടിയാദി ലീലകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തതൊക്കെ കേൾപ്പിച്ചു. ഭഗവാന്റെ അവതാരങ്ങളെ കുറിച്ചൊക്കെ അവിടെ പറയും. ഭഗവാൻ എങ്ങനെയാണ് സൃഷ്ടി ചെയ്യണത് എന്നൊക്കെ പറയും. ദ്രവ്യം, കാലം, കർമ്മം, സ്വഭാവം, ജീവൻ, ഇങ്ങനെ 5 ഘടകങ്ങളാണ് ആദ്യം ഭഗവാൻ. അത് എവിടുന്നുണ്ടായത്? സ്വയം സങ്കല്പിക്കുകയാണ് താൻ അതായിട്ട് മാറട്ടെ. ദ്രവ്യം, കാലം, കർമ്മം, സ്വഭാവം ഇവകളെ കൊണ്ടാണ് ഭഗവാൻ പിന്നീട് സൃഷ്ടി ചെയ്യണത്. ഭഗവാൻ നേരിട്ട് ചെയ്യല്ല, മായയെ പ്രചോദിപ്പിച്ചുകൊണ്ട് മഹത്തത്വം മുതൽ, മഹത്തത്വം എന്ന് പറഞ്ഞാൽ ബുദ്ധിതത്വം, അതുമുതൽ അഹങ്കാര തത്വം, അഹങ്കാരം ത്രിവിധമായിട്ട് ത്രിഗുണങ്ങളോട് ചേർന്ന് സത്വരജസ്തമോ ഗുണങ്ങളായിട്ട് സാത്വികാഹങ്കാരം, രാജസാഹങ്കാരം, താമസാഹങ്കാരം എന്നിങ്ങനെ തിരിഞ്ഞ് അതിൽ നിന്നൊക്കെ ഓരോരോ സാത്വികാഹങ്കാരത്തിൽ നിന്ന് ഇന്ദ്രിയ ദേവതകളും അതുപോലെ മനസ്സും ഉണ്ടായി എന്നും, രാജസാഹങ്കാരത്തിൽ നിന്ന് കർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങളും ഉണ്ടായി എന്നും, താമസാഹങ്കാരത്തിൽ നിന്ന് പഞ്ചഭൂതങ്ങൾ ഉണ്ടായി എന്നൊക്കെ പറയും. ഇവയൊക്കെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഉണ്ടായി കൂടിച്ചേരാൻ അവർക്ക് സാധിച്ചില്ല. അപ്പോഴാണ് ഭഗവാൻ തൻ്റെ വീര്യത്തെ ചേർത്തുകൊണ്ട് അവയൊക്കെ കൂട്ടിച്ചേർത്തൊരു അണ്ഡാകൃതിയെ പ്രാപിച്ചു. ആ അണ്ഡം 1000 വർഷക്കാലം ഇങ്ങനെ കാരണജലത്തിൽ അങ്ങനെ കടന്നു. പിന്നീടത് കാലം പരിണാമ സ്വഭാവമാണ്. കാലമാണ് പരിണമിപ്പിക്കുന്നത് എന്തിനേയും. അപ്പൊ കാലം കൊണ്ട് അത് ഭേദിച്ചു. അപ്പോൾ അവിടെ ആ വിരാട് രൂപനായിട്ടുള്ള നാരായണനെ കാണാറായി. ആ നാരായണൻ ആ കാരണജലത്തിൽ പിന്നെയും 1000 കൊല്ലം അങ്ങനെ കടന്നു. ആ നാരായണന്റെ നാഭിയിൽ ഒരു പത്മമുണ്ടായി, അതിൽ ബ്രഹ്മാവുണ്ടായി. അങ്ങനെ ബ്രഹ്മാവ് തന്റെ ഉൽപ്പത്തിയെ കുറിച്ചൊക്കെ പറഞ്ഞു. അപ്പോ ബ്രഹ്മാവ് ചുരുക്കം പറഞ്ഞത് താനല്ല ഇതിന്റെ ഒക്കെ സൃഷ്ടാവും ഈ പാലകനും സംഹർത്താവും ഒക്കെ ഭഗവാനാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഭഗവാനെയാണ് എല്ലാവരും ആരാധിക്കേണ്ടത്. അദ്ദേഹത്തിനെ എങ്ങനെയാ ആരാധിക്കാൻ സാധിക്കുക? അനേക അവതാരങ്ങളെടുത്ത് നിരവധി കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ഭക്തന്മാർക്ക് ഭഗവാനെ അറിയാൻ വേണ്ടിയിട്ടാണ്, ഭക്തി വർദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ആ അവതാര കഥകളെയൊക്കെ അദ്ദേഹം ഒരധ്യായത്തിൽ സൂചിപ്പിച്ചു. 7-ാം അധ്യായത്തിൽ 2-ാമത്തെ സ്കന്ധത്തിൽ 10-24 അവതാരങ്ങളെക്കുറിച്ച് ബ്രഹ്മാവ് സൂചിപ്പിച്ചു. ഇതാണ് ഭാഗവതം. നാരദ മഹർഷേ, നാരദ, ഇത് നീ ആളുകളെ പറഞ്ഞു കേൾപ്പിക്കൂ. ഇതാണ് ആളുകൾക്ക് ക്ഷേമമുണ്ടാക്കുന്ന സംഗതി എന്ന് നാരദ മഹർഷി ഏൽപ്പിച്ചു. നാരദ മഹർഷി പിന്നീട് അത് വ്യാസൻ ഉപദേശിച്ചു. അപ്പോ വീണ്ടും കുറെ ചോദ്യങ്ങൾ. ഈ ബ്രഹ്മാവിന് എങ്ങനെയാണ് ഈ ഭാഗവത തത്വം അറിയാൻ സാധിച്ചത്? അപ്പൊ പറഞ്ഞു, സൃഷ്ടി ആരംഭത്തിൽ ബ്രഹ്മാവിന് താൻ എവിടെ നിന്ന് വന്നു, താൻ എന്താണ് ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. കുറെ അന്വേഷിച്ചു, ഒന്നും അറിയാൻ സാധിച്ചില്ല. തപ എന്ന ശബ്ദം കേട്ടു. അങ്ങനെ അദ്ദേഹം തപസ് ചെയ്തു. തപസ് ചെയ്ത് മനസ്സ് ശുദ്ധമായപ്പോൾ അദ്ദേഹത്തിന് ആ വൈകുണ്ഠ ലോകവും ഭഗവാനെയും ദർശിക്കാൻ സാധിച്ചു. ഭഗവാന്റെ അടുത്ത് അദ്ദേഹം സങ്കടം പറഞ്ഞു. ഞാൻ ഈ സൃഷ്ടി ചെയ്യുമ്പോൾ ബന്ധമുണ്ടാവുമല്ലോ. സൃഷ്ടിക്കപ്പെട്ട വസ്തുക്കളോട് എന്റേത് മമത ഉണ്ടാവും. മമത ഉണ്ടായി കഴിഞ്ഞാൽ വലിയ ദുഃഖമാണ്. അതുകൊണ്ട് എനിക്ക് മമത ഉണ്ടാവരുത്. അതിനുവേണ്ടി അങ്ങ് തത്വം ഉപദേശിക്കണം. അപ്പോഴാണ് ഭഗവാൻ തന്റെ തത്വത്തെ 4 ശ്ലോകങ്ങളിൽ ഉപദേശിച്ചത്. അതാണ് ചതുശ്ലോകി ഭാഗവതം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഞാനാണ് ഇവിടെ ആദ്യം സൃഷ്ടിക്ക് മുമ്പുണ്ടായത്, ഇപ്പോഴും ഞാനാണ് ഉള്ളത്. സൃഷ്ടി കഴിഞ്ഞ് ഇതൊക്കെ നശിച്ചാലും അവശേഷിക്കുന്നത് ഞാനാണ്. അഹമേവാസമേവാഗ്രേ നാന്യദ്യസദസൽപരം പശ്ചാദഹം യദേതച്ച യോവശിഷ്യേത സ്വസ്മ്യഹം
ഹൃദയർത്ഥം യത് പ്രതീയേത ന പ്രതീയേത ചാത്മനി തദ്വിദ്യാദാത്മനോ മായാം യഥാ ഭാസോ യഥാതമ യഥാ മഹാന്തി ഭൂതാനി ഭൂതേഷു ഉച്ചാവചേഷ്വനു പ്രവിഷ്ടാന്യപ്രവിഷ്ടാനി തഥാ തേഷു നതേഷ്വഹം. പറയേണ്ടതാണ്, ഇതൊക്കെ വിസ്തരിച്ച് പറയേണ്ടതാണ്. പക്ഷെ നമ്മൾ ആ ജന്മാദ്യസ്യ യഥാ എന്ന ശ്ലോകം അത്യാവശ്യം ഒക്കെ വിസ്തരിച്ചത് കൊണ്ട് തൽക്കാലം ഇത് വിസ്തരിക്കുന്നില്ല. എന്നാലും അവസാനത്തെ 4ാമത്തെ ശ്ലോകം ഒന്ന് നമുക്ക് നോക്കാം. ഏതാവദേവ ജിജ്ഞാസ്യം തത്വജിജ്ഞാസുനാത്മന ഒക്കെ പറഞ്ഞുകൊണ്ട് ഭഗവാൻ പറയാണ്, ബ്രഹ്മാവേ, ഇത്ര മാത്രമേ ഒരാള് തത്വം അറിയണം, സത്യം എന്താണെന്ന് അറിയണം എന്നുള്ള ഒരു ഒറ്റ കാര്യം അന്വേഷിക്കണ്ടു. എന്താ അന്വേഷിക്കേണ്ടത്? യൽ സ്യാൽ സർവത്ര സർവഗ. എന്താണ് എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉള്ളത് എന്ന് അന്വേഷിക്കൂ. അതാണ് തത്വം. ഏതാവദേവ ജിജ്ഞാസ്വം തത്വജിജ്ഞാസനാത്മന. അതെങ്ങനെ അന്വേഷിക്കുക? അന്വയം വ്യതിരേകാഭ്യാം യൽ സ്യാൽ സർവത്ര സർവത. അന്വയ യുക്തി കൊണ്ടും വ്യതിരേക യുക്തി കൊണ്ടും എന്താണ് എല്ലായ്പ്പോഴും എല്ലായിടത്തും ഉള്ളത് എന്ന് അന്വേഷിക്കും. അത് കണ്ടെത്തി കഴിഞ്ഞാൽ പിന്നൊന്നും അറിയാനില്ല. അന്വയ യുക്തി എന്തുണ്ടെങ്കിൽ എല്ലാം ഉണ്ട്, അന്വേഷിക്കും. വ്യതിരേക യുക്തി എന്തില്ലെങ്കിൽ ഒന്നുമില്ലാത്തതാവും എന്ന് അന്വേഷിക്കും. ഈ സംഗതി കണ്ടെത്തിയാൽ അങ്ങെല്ലാം മറക്കും. ഇതാണ് ചതുശ്ലോകി ഭാഗവതം. പിന്നീട് 10 ലക്ഷണങ്ങളെക്കുറിച്ച് വർണ്ണിച്ചു. 10 ലക്ഷണങ്ങളോട് കൂടിയുള്ള ഒരു മഹാപുരാണമാണ് ഭാഗവതം. ഓരോ ലക്ഷണങ്ങളെ ആയിട്ട് ഓരോ സ്കന്ധത്തിൽ വിവരിക്കുന്നു. സർഗം, വിസർഗം, സ്ഥാനം, പോഷണം, മുക്തി, മന്വന്തരം, ഈശാനകഥ, നിരോധം, മുക്തി, ആശ്രയം. ഇവയാണ് 10 ലക്ഷണങ്ങൾ. ആശ്രയം എന്ന് പറഞ്ഞാൽ ഭഗവാൻ തന്നെ, ബ്രഹ്മം എന്നർത്ഥം. ബ്രഹ്മമാണ് എല്ലാവർക്കും ആശ്രയം. മറ്റൊരു ആശ്രയവും ഈ ലോകത്തില്ല. ആ ബ്രഹ്മതത്വത്തെ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ബാക്കിയുള്ളതൊക്കെ വിവരിച്ചത് എന്നർത്ഥം. ആശ്രയം എന്ന തത്വത്തെ, ആശ്രയം എന്ന ലക്ഷണത്തെ വിവരിക്കാൻ വേണ്ടിയാണ്, അത് മനസ്സിലാക്കിക്കാൻ വേണ്ടിയാണ് മറ്റുള്ളതൊക്കെ. അപ്പൊ ആദ്യം സർഗം എന്ന ലക്ഷണം അത് വിവരിക്കുമ്പോഴാണ് നമ്മൾ ഇന്നതാ സൃഷ്ടി വിവരിക്കുമ്പോൾ ബ്രഹ്മാവിന്റെ സൃഷ്ടിയിൽ മനുഷ്യരായിട്ട് ആദ്യത്തെ മനുഷ്യനും പുരുഷനും സ്ത്രീയും ഉണ്ടായത് മനുവും സ്വയംഭവ മനുവും ശതരൂപാദേവിയും. അവര് ഭൂമിയെ അന്വേഷിച്ച് ചെന്നപ്പോൾ ഭൂമിയെ കാണാനില്ല. ബ്രഹ്മാവിനെ അറിയിച്ചപ്പോൾ ബ്രഹ്മാവ് ധ്യാനത്തിൽ മനസ്സിലാക്കി ഹിരണ്യാക്ഷൻ കൊണ്ടുപോയി ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്ന്. അങ്ങനെ ബ്രഹ്മാവ് ആ ഭൂമിയെ ഉദ്ധരിക്കാൻ വേണ്ടി ഭഗവാനെ ഒന്ന് സ്മരിച്ചു. അപ്പോഴാണ് ഭഗവാൻ ബ്രഹ്മാവിന്റെ നാസികയിൽ നിന്ന് വരാഹമായിട്ട് ഒരു പന്നിയുടെ രൂപത്തിൽ ചെറുതായിട്ട് അവതരിച്ചു. പെട്ടെന്ന് തന്നെ ആനയുടെ വലിപ്പവും പിന്നീട് പർവ്വതത്തിന്റെ വലിപ്പവുമായിട്ട് തീർന്നു. ആ ഭഗവാൻ സമുദ്രത്തിലേക്ക് ചാടി രസാതലത്തിൽ ചെന്ന് ഹിരണ്യാക്ഷനെ വധിച്ച് ഭൂമിയെ തന്റെ തേറ്റമേൽ ഉയർത്തി കൊണ്ടുവന്ന് ആ സമുദ്രത്തിന്റെ ഉപരിതലത്തിൽ സ്ഥാപിച്ചു. മഹർഷിമാര് ഭഗവാനെ സ്തുതിച്ചു. യജ്ഞമൂർത്തിയായിട്ടാണ് മഹർഷിമാരെ സ്തുതിച്ചത്. ഹിരണ്യാക്ഷന്റെ കഥ ഇനിയും വിസ്തരിച്ച് കേൾക്കണം എന്ന് പറഞ്ഞപ്പോഴാണ് സനകാദി മഹർഷിമാര് പണ്ട് വൈകുണ്ഠത്തിൽ ഭഗവാനെ ദർശിക്കാൻ പോയപ്പോൾ ജയവിജയന്മാര് അവരെ തടഞ്ഞു എന്നും അപ്പോൾ മഹർഷിമാർക്കുണ്ടായ കോപം ഒരു ശാപമായിട്ട് ഫലിച്ചു എന്നും അങ്ങനെയാണ് ഈ ജയവിജയന്മാര് 3 ജന്മങ്ങളിൽ അസുരന്മാരായിട്ട് പിറക്കാൻ ഇടവന്നത് എന്നും പറഞ്ഞു. അതിൽ ആദ്യത്തെ ജന്മമാണ് ഹിരണ്യാക്ഷനും ഹിരണ്യകശിപുവും. 2ാമത്തെ ജന്മവും രാവണനും കുംഭകർണനും. 3ാമത്തത് ശിശുപാലനും ദന്തവക്രനും. ഇവരെ വധിക്കാൻ ഓരോ തവണയും ഓരോ അവതാരങ്ങളെടുക്കും. ഇപ്പോ ഹിരണ്യാക്ഷനെ വധിക്കാൻ വേണ്ടി ഭഗവാൻ വരാഹമായിട്ട് അവതരിച്ചു. ഹിരണ്യാക്ഷൻ ദിഗ്വിജയം ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ആരും ഹിരണ്യാക്ഷനെ പരാജയപ്പെടുത്താനില്ല. അവസാനം നാരദ മഹർഷിയാണ് കാണിച്ചു കൊടുത്തത്. ഇതാ വരുന്നു നിന്റെ ശത്രു. ഹിരണ്യാക്ഷൻ നോക്കിയപ്പോൾ ഒരു പന്നി, ഒട്ടും ഇഷ്ടായില്ല, ആക്ഷേപിച്ചു. ഭഗവാൻ തിരിച്ചും ആക്ഷേപിച്ചു. യുദ്ധം തുടങ്ങി. അങ്ങനെ കുറെ നേരം യുദ്ധം ചെയ്തു. സന്ധ്യ ആവാറാവുമ്പോൾ ദേവന്മാർക്ക് പേടിയായി. ഈ രാത്രി ആയി കഴിഞ്ഞാൽ അസുരന്മാർക്കൊക്കെ ശക്തി കൂടുന്ന കേട്ടിരിക്കുന്നത്.
അവർ പ്രാർത്ഥിച്ചു ഭഗവാനോട്. ഭഗവാൻ ഒരടി കൊടുത്തു. കരേണ കർണമൂലേഹൻ, കർണമൂലത്തിൽ ഒരടി കൊടുത്തു. അതോടുകൂടി ഹിരണ്യാക്ഷന്റെ കഥ കഴിഞ്ഞു. അങ്ങനെ ഹിരണ്യാക്ഷൻ ഇതാ ആ ജന്മം അവസാനിച്ചു ഹിരണ്യാക്ഷന്റെ. ഈ കഥ കേട്ടാൽ തന്നെ ഭഗവാനിൽ ഭക്തി ഉണ്ടാവും എന്നാണ്. അന്ത്യത്തിൽ നാരായണനെ സ്മരണ ചെയ്യലാണ് ലാഭം എന്ന് ശ്രീശുഖ ബ്രഹ്മർഷി ഉപദേശം ആരംഭിച്ചപ്പോൾ പറഞ്ഞിരുന്നു. എന്താ ഈ ജീവിതത്തിന്റെ ലാഭം? നമ്മൾ പറയൂലോ, ഒരാള് മരിച്ചു പോയാൽ അയാൾ മരിച്ചു, അയാൾ എന്തൊക്കെ സമ്പാദിച്ചു, അയാൾക്ക് എന്തെല്ലാം ഉണ്ട് ഇവിടെ, എത്ര വീടുകളാണ്, അമേരിക്കയിൽ ഒരു വീട്, കാനഡയിൽ ഒരു വീട്, ഇന്ത്യയിൽ 4 വീട്, ബോംബെയിലൊന്ന്, കേരളത്തിലൊന്ന്, എന്താ ഇതാണ് ഇപ്പം അയാൾ ലാഭം. അല്ലെങ്കിൽ അയാൾ എത്ര കല്യാണം കഴിച്ചു, സാധാരണക്കാർ 1, 2, ഇതൊന്നല്ല. ഇത് അയാൾക്ക് എന്തൊക്കെയാണ്, ഞാൻ അയാളുടെ യോഗ്യതകളെ കുറിച്ച് ഇതൊക്കെ ലാഭമാണോ? അല്ല, ഇതൊക്കെ ദുഃഖത്തിന് ഓരോരോ കാരണങ്ങളാണ്. അയാൾക്ക് അത്രയും ദുഃഖം, ഇതൊക്കെ ഓരോന്ന് കുറച്ചേ വെച്ച് കഴിഞ്ഞാൽ അത്രയും ദുഃഖിക്കേണ്ടു. പക്ഷെ ഇതൊക്കെ നഷ്ടപ്പെടുന്നതാണ്. അപ്പൊ അയാൾക്ക് തീവ്ര ദുഃഖത്തോടു കൂടിയാവും അയാൾ മരിച്ചിട്ടുണ്ടാവുക. നേരെ മറിച്ച് ലാഭം എന്താണ്? അന്തേ നാരായണ സ്മൃതി. ആർക്കാണോ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് മരിക്കാൻ സാധിക്കുന്നത്, അയാളുടെ ജന്മമേ സഫലമായി എന്ന് പറയാൻ പറ്റുമോ എന്നാണ്. അയാളുടെ ജന്മമേ സഫലമാവുള്ളൂ എന്നാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉപദേശം ആരംഭിച്ചത്. ഇവിടെ ഹിരണ്യാക്ഷന്റെ കഥ, ഹിരണ്യാക്ഷവധം കഥ കേട്ടു കഴിഞ്ഞാൽ ആ ഒരു സ്മൃതി, അന്ത്യത്തിൽ നാരായണ സ്മൃതി ഉണ്ടാവും എന്നാണ് ഫലശ്രുതി. അങ്ങനെയുള്ള ആ ഭഗവാന്റെ കഥയെ ചുരുക്കിയാണ് നമ്മൾ വർണ്ണിച്ചത്. തൃതീയ സ്കന്ധമൊക്കെ ഇനി ഇഷ്ടം പോലെ ഉണ്ട്. വിതുര ഉദ്ധവ സംവാദം പറഞ്ഞിട്ടേയില്ല. വിതുര മൈത്രേയ സംവാദം ആരംഭം മൈത്രേയ മഹർഷി എന്നുള്ള പേരെന്നെ പറഞ്ഞിട്ടില്ല. പക്ഷെ അത്രേ സാധിക്കുള്ളൂ. കുറേയൊക്കെ വിട്ടുപോകും. ഇനി നാളെ നമുക്ക് സന്ദർഭവശാൽ എന്തെങ്കിലും അവസരം വരികയാണെങ്കിൽ ഇതൊക്കെ നമ്മൾ സ്മരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ കുറച്ച് പറഞ്ഞും കുറെ പറയാതെയും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇനിയും പോകാം. ഒരു ദിവസം കഴിയും, ഇനി 6 ദിവസമേ ഉള്ളൂ. അതുകൊണ്ട് വേഗം വേഗം കഴിയും. കുറച്ച് ശ്രമകരമാണ് രാവിലെ വരുന്നവർക്ക്. രാവിലെ 7 മണിയാവുമ്പോൾ തുടങ്ങി 9 മണി വരെ, 8:45 വരെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ശ്രമമുള്ള ഒരു യജ്ഞം തന്നെയാണ്. അത് 7 ദിവസം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അത് രസകരമായിട്ട് പോകണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഭഗവാന്റെ കഥ ആണിത്. വേറൊന്നും വേണ്ട. ഇതിലൊന്നും ശ്രദ്ധയുണ്ടായാൽ മതി. ഇതിലൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് രസിക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ മറ്റ് ബുദ്ധിമുട്ടുകളെയൊക്കെ മറക്കാനും സാധിക്കും. അങ്ങനെ നമുക്ക് ഇനിയുള്ള 6 ദിവസങ്ങളും ഇപ്പോൾ ഇതുവരെ എത്തിയത് തന്നെ ഭഗവാന്റെ കാരുണ്യം കൊണ്ടാണ്. അല്ലാതെ നമ്മുടെ പുരുഷ പ്രയത്നം കൊണ്ട് മാത്രം എത്തില്ല. പുരുഷ പ്രയത്നമാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് മാത്രം അങ്ങനെ സാധിക്കില്ലല്ലോ. അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടാണ് തീർച്ചയായിട്ടും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഇനിയും നമുക്കുണ്ടാവും. അടുത്ത 6 ദിവസങ്ങളും നിർവിഘ്നം നമുക്കിത് നടത്താൻ കഴിയട്ടെ, ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാം. നമുക്കൊരു കീർത്തനം ചൊല്ലി സമർപ്പിക്കാം. നാളെ പ്രധാനമായിട്ടും രാവിലെ കപിലാവതാരം, കപിലോപദേശം, പിന്നീട് 4ാമത്തെ സ്കന്ധത്തിൽ 4 കഥകളാണ് പ്രധാനമായിട്ടുള്ളത്. ദക്ഷയാഗം, ധ്രുവചരിതം, പൃഥുചരിതം, പുരഞ്ജനോപാഖ്യാനം. 5ാമത്തെ സ്കന്ധത്തിൽ പ്രിയവ്രതന്റെ ചരിതം. ആ വംശം വർണ്ണിച്ചു വരുമ്പോൾ ഭഗവാന്റെ ഋഷഭൻ എന്നുപേരായിട്ടുള്ള അവതാരം, ഋഷഭപുത്രനായിട്ടുള്ള ഭരതന്റെ ചരിതം വർണ്ണിക്കുമ്പോൾ നാളെ വൈകുന്നേരം നമ്മൾ വായിച്ച് സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഭരതന്റെ ചരിതത്തിൽ ഭദ്രകാളി അവതരിക്കുന്ന ഒരു രംഗമുണ്ട് ഭരതന്റെ മുമ്പിൽ. അവിടം വരെയാണ് വായിക്കാൻ ഉദ്ദേശിക്കുന്നത്. 5ാമത്തെ സ്കന്ധത്തിൽ 9ാം അധ്യായമാണ്. അപ്പോൾ അതൊക്കെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് സാധിക്കും. ഇപ്പോൾ നമുക്ക് ഒരു കീർത്തനം ചൊല്ലി സമർപ്പിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയ ജയ ഭാഗവത.
जय जय भागवत देवा जय जय भागवत किंगिणी पद कमला कृष्ण कंकण करयुगला कुंकुम पंकिल वक्षस्थलवर कुवलयदल नीला देवा जय जय भागवता जय जय भागवता देवा जय जय राधा कृष्ण स्वरूप जय जय भागवता देवा जय जय भागवता दधि नवनीत हरा कृष्ण तरुणी चित्तहरा दयया पालय दामोदर हरि तुलसी दामधरा देवा जय जय भागवता जय जय भागवता देवा कृष्ण स्वरूपा जय जय भागवता देवा गोवर्धन धरणा कृष्ण गोपी जन रमणा कोमल पल्लव सुंदर चरण कोकिल मधुवचना देवा जय जय भागवता जय जय भागवता देवा जय जय भागवता देवा नंद कुमार हरे कृष्ण नारद गीत गुणा नारायण वर भट्टगिरी कृत स्तुति वर शुभ बलदा देवा जय जय भागवता जय 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 राधा कृष्ण स्वरूपा जय जय पूंदान प्रिय हे कृष्ण वृंदावन रसिका प्रेमिक भावुक मंडल पूजित पाद सरोज युगा देवा जय जय भागवता जय 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 भागवता देवा जय जगदीश हरे कृष्ण जय जगदीश हरे जय गुरु मारुत मंदिर नाथ जय जगदीश हरे देवा जय जय भागवता जय जय भागवता जय जय राधा कृष्ण स्वरूपा जय जय भागवता देवा जय जय भागवता राधा रमण मुकुंद मुरारे शरणं मे तव चरणयुगं पवन पुरेशा राधा कृष्ण शरणं मे तव चरणयुगं कृष्ण शरणं मे तव चरणयुगं देवी महेश्वरी पार्वती शंकरी शरणं मे तव चरणयुगं सांब सदाशिव शंभो शंकर शरणं मे तव चरणयुगं कृष्ण शरणं मे तव चरणयुगं कृष्ण शरणं मे तव चरणयुगम् सर्वत्र गोविंद नाम संकीर्तनम्
നമ പാർവതീപതയേ ഹര ഹര മഹാദേവ. ജാനകീകാന്തസ്മരണം ജയ ജയ രാമ രാമ. ശ്രീ ആഞ്ജനേയ സ്വാമിക്ക് ജയ. സ്വാമിയേ ശരണമയ്യപ്പ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാഃ. ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൻ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.